വൺ പീസ് ആനിമയുടെ ഈസ്റ്റ് ബ്ലൂ സാഗയിലെ കംപ്ലീറ്റ് ആർക്ക് എക്സ്പ്ലനേഷൻ ആയിരിക്കും ഇത്. അതായത് ഈസ്റ്റ് ബ്ലൂ സാഗ കംപ്ലീറ്റ് എടുത്തു പറയുകയാണെങ്കിൽ എപ്പിസോഡുകൾ 1 മുതൽ 61 വരെയാണ് ഈസ്റ്റ് ബ്ലൂ സാഗയിൽ ഉള്ളത്. അതിൽ തന്നെ മെയിനായിട്ടുള്ള ഈസ്റ്റ് ബ്ലൂ സാഗയിലെ ആർക്കുകളായിട്ടുള്ള റൊമാൻസ് ഡൗൺ ആർക്ക്, ഓറഞ്ച് ടൗൺ ആർക്ക്, സിറപ്പ് വില്ലേജ് ആർക്ക്, ബറാത്തി ആർക്ക്, അർലോങ് പാർക്ക് ആർക്ക്, ലോക്ക് ടൗൺ ആർക്ക് ആൻഡ് ഫൈനലി ഫില്ലർ ആർക്കായിട്ടുള്ള വാർഷിപ്പ് ഐലൻഡ് ആർക്കും കൂടെ ചേരുന്നതാണ് ഈ പറയുന്ന ഫസ്റ്റ് ഈസ്റ്റ് ബ്ലൂ സാഗ. അതിൻ്റെ ഡീറ്റെയിൽഡ് ആൻഡ് കംപ്ലീറ്റ് എക്സ്പ്ലനേഷൻ ആയിരിക്കും ഇത്. ഏറ്റവും ചുരുങ്ങിയ രീതിയിൽ ഒരു കാനോണിക് ഇവൻസും വിടാത്ത രീതിയിലുമായിരിക്കും നമ്മൾ ഈ ഒരു എക്സ്പ്ലനേഷൻ തയ്യാറാക്കിയിട്ടുള്ളത്. ആൻഡ് ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. വൺ പീസ് എന്ന ബ്രഹ്മാണ്ഡ കഥ ആരംഭിക്കുന്നത് ഗോൾഡ് ഡി റോജർ എന്ന് പറയുന്ന ദ കിങ് ഓഫ് പൈററ്റ്സ് അല്ലെങ്കിൽ കടൽ കൊള്ളക്കാരുടെ തലവനായിട്ടുള്ള ഗോൾഡ് ഡി റോജർ എന്ന കിങ് ഓഫ് പൈററ്റിൻ്റെ എക്സിക്യൂഷൻ സമയത്തിലൂടെയാണ്. അതായത് അദ്ദേഹത്തിൻ്റെ മരണസമയത്ത് അദ്ദേഹം ഒരു ചെറു പുഞ്ചിരിയോടെ പറയുന്ന ഒരു കാര്യമുണ്ട്: എൻ്റെ നിധിയാണോ നിങ്ങൾക്ക് വേണ്ടത്? ഇഫ് യു വാണ്ട് ഇറ്റ് യു ക്യാൻ ഹാവ് ഇറ്റ്, ഫൈൻഡ് ഇറ്റ്, ഐ ലെഫ്റ്റ് എവറിത്തിങ് ഇൻ വൺ പ്ലേസ്. ഇവിടെ നിന്ന് കട്ടാവുകയും തുടർന്ന് വൺ പീസിൻ്റെ ഇൻട്രോയുമാണ് കാണിക്കുന്നത്. ഇത് എപ്പിസോഡ് 1ൻ്റെ ഏറ്റവും ബിഗിനിങ് ആണ്. ആ ഒരു സമയം തൊട്ടാണ് ദ ഗ്രേറ്റ് പൈററ്റ് എറ ബിഗിൻ ചെയ്യുന്നത്. ലോകത്തിലുള്ള എല്ലാ പൈററ്റ്സും, ആയിരക്കണക്കിന് പൈററ്റ്സും ആ ഒരു റോജറിൻ്റെ നിധിയെ തപ്പി ലോകമാകമനം തേടി നടക്കുകയാണ്, ആ ഒരു വൺ പീസിനെ തപ്പി. അങ്ങനെ വൺ പീസ് കരസ്ഥമാക്കുകയും കിങ് ഓഫ് പൈററ്റ്സ് എന്ന് പറയുന്ന ആ ഒരു പട്ട പേരിനെ താൻ യോഗ്യനാണെന്ന് വിശ്വസിച്ചു കൊണ്ടുവരുന്ന ഒരു ചെറിയ പയ്യനാണ് നമ്മുടെ കഥാനായകനായിട്ടുള്ള മങ്കി ഡി ലൂഫി. അദ്ദേഹത്തിൻ്റെ ഇൻട്രൊഡക്ഷൻ എപ്പിസോഡ് 1ൽ കാണിക്കുന്നത് ഇങ്ങനെയാണ്: ഒരു പൈററ്റ് ഷിപ്പ്, അതായത് അയൺ മീസ് അൽവിഡ എന്ന് പറയുന്ന ഒരു ക്രൂവൽ ആൻഡ് അരഗൻ്റ് ആയിട്ടുള്ള ഒരു ഫീമെയിൽ പൈററ്റിൻ്റെ ഒരു കപ്പൽ കാണിക്കുന്നു. ഈ ഒരു കപ്പൽ ഓടിക്കൊണ്ടിരിക്കുന്നത് ഈസ്റ്റ് ബ്ലൂ സീയിലാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ അൽവിഡേനെ സ്വന്തം ക്രൂ മെമ്പേഴ്സിന് പോലും ഇഷ്ടമല്ല, കാരണം അറഗൻ്റ് സ്വഭാവമാണ് ഉള്ളത്. അങ്ങനെയുള്ള ആ ഒരു അറഗൻ്റ് ലേഡി പൈററ്റിനെ സെർവ് ചെയ്യുന്ന ഒരു പയ്യനെയാണ് അടുത്തത് കാണിക്കുന്നത്. പേര് കോബി. കപ്പലിലുള്ള ബാക്കിയുള്ള ആൾക്കാരെല്ലാം ഈ കോബിനെ നല്ല രീതിയിൽ ബുള്ളി ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് കപ്പലിനടുത്തൂടെ ഒരു ലാർജ് ബാരല് ഫ്ലോട്ട് ചെയ്യുന്നു പോകുന്നത് അവിടെ പൈററ്റ്സ് കാണുകയാണ്. അത് കണ്ട് കോബി പറയുന്നുണ്ട് അതിൻ്റെ അകത്ത് ആൽക്കഹോൾ കാണും, നമുക്ക് എടുത്തു വെച്ചേക്കാം, യൂസ്ഫുൾ ആവുമെന്ന്. എന്നിരുന്നാലും പൈററ്റ്സ് ആ ബാരൽ കളക്ട് ചെയ്യുകയും അത് തുറന്നു നോക്കുവാൻ വേണ്ടി തയ്യാറായപ്പോൾ ആ ബാരൽ പൊട്ടിച്ചുകൊണ്ട് ഒരു വ്യക്തി കടന്നു വരുന്നു. അതാണ് കഥാനായകനായിട്ടുള്ള മങ്കി ഡി ലൂഫി. ലൂഫിയുടെ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ഇങ്ങനെയാണ്: ഒരു സ്ട്രോ ഹാറ്റും ഒരു ഷോർട്ട്സും ഒരു റെഡ് വെസ്റ്റും ഒക്കെ ഇട്ടാണ് നമ്മുടെ മങ്കി ഡി ലൂഫിയുടെ അപ്പിയറൻസ്. താനൊരു പൈററ്റ് ഷിപ്പിലാണെന്നുള്ള ഒരു കൂസലുമില്ലാതെ നിൽക്കുന്ന ലൂഫിയുടെ അടുത്തേക്ക് പൈററ്റ്സ് അറഗൻസോടെ വരുമ്പോൾ അവൻ അവരെല്ലാം നിഷ്പ്രയാസം അടിച്ചിടുകയാണ്. എന്താണേലും അവൻ്റെ ആ ഒരു അടിച്ചിടലിൽ ഒരു പ്രത്യേകതയുണ്ട്: അവൻ്റെ ദേഹത്തെ എലാസ്റ്റിസിറ്റി. അവൻ്റെ ദേഹമെല്ലാം ഭയങ്കരമായിട്ട് അങ്ങ് എലാസ്റ്റിക് പോലെ വലിഞ്ഞു നീടുകയാണ്. ഒരു രീതിയിൽ പറയുകയാണെങ്കിൽ റബ്ബർ പേഴ്സൺ പോലെ. അങ്ങനെ ആ ഒരു പൈററ്റ്സിനെ അടിച്ചിട്ടതിന് ശേഷം കോബിയുമായിട്ട് ഒരു സൗഹൃദത്തിൽ ഏർപ്പെടുകയും കോബി ഇവിടെ നിൽക്കുന്നത് അവന് ഇഷ്ടമില്ലാതായി തീരുന്നത് കൊണ്ടാണെന്നൊക്കെ മനസ്സിലാകുന്നു. ഇതിനെ തുടർന്ന് ഇവൻ ഫൈറ്റ് ചെയ്തപ്പോൾ എങ്ങനെയാണ് ഇങ്ങനെ റബ്ബർ രീതിയിലായി എന്നുള്ള ഒരു കഥയും അവൻ പറയുന്നുണ്ട്. അതായത് ഇവൻ ഡെവിൾ ഫ്രൂട്ട് എന്ന് വിളിക്കുന്ന ഗോമു ഗോമു നോ മീ എന്ന് പറയുന്ന ആ ഒരു ഫ്രൂട്ട് തിന്നതിൽ തുടർന്നാണ് ഇവൻ ഇങ്ങനെയായെന്ന് ലൂഫി തന്നെ പറയുന്നു. ഈ ഒരു അവസരത്തിലാണ് ലൂഫി പറയുന്നത് ഐ ആം ഗോയിങ് ടു ബിക്കം ദ കിങ് ഓഫ് പൈററ്റ്സ് എന്ന്. ഇത്രയും സീൻ കഴിയുമ്പോഴേക്കും ലൂഫിയുടെ ഒരു കെയർ ഫ്രീ നേച്ചറും ഫിയർലെസ് ആയിട്ടുള്ള പേഴ്സണാലിറ്റിയും ഒരു സൂപ്പർ നാച്ചുറൽ എലമെന്റൽ പവറുള്ള കാര്യവും കാഴ്ചക്കാരിലേക്ക് നമ്മുടെ റൈറ്റർ എത്തിക്കുന്നുണ്ട്. അടുത്ത സീനിലാവട്ടെ കോബി അവൻ്റെ ഡ്രീമിൻ്റെ കാര്യങ്ങളൊക്കെ പറയുകയാണ്. കാരണം കോബി കൺഫ്യൂസ് ചെയ്യാണ്, ഓപ്പൺ അപ്പ് ആവുകയാണ് എങ്ങനെയാണ് ഈ ഒരു ഷിപ്പിൽ കോബി എത്തിപ്പെട്ടതെന്നും അവൻ എങ്ങനെയാണ് ആക്സിഡൻ്റലി ഇവിടെ വന്നതെന്നുമൊക്കെ ലൂഫിയെ പറഞ്ഞ് കേൾപ്പിക്കുകയാണ്. അങ്ങനെ ഏകദേശം 2 വർഷം ഇവരുടെ അടിമപ്പണി ചെയ്ത് കഴിയുന്നവനാണ് കോബി എന്ന് ലൂഫിക്ക് മനസ്സിലായി. അതും കൂടാതെ നമ്മുടെ കോബിയുടെ ഏറ്റവും വലിയ ആഗ്രഹം മറൈൻസിൽ ജോലി ചെയ്യണമെന്നുമാണെന്നും മനസ്സിലാവുന്നു. ഈ ഒരു ടൈമിൽ എല്ലാം പേടിച്ചുകൊണ്ടാണ് കോബി പറയുന്നത്. അപ്പോൾ നമ്മുടെ ലൂഫി പറയുന്നുണ്ട് ഇഫ് യു വാണ്ട് ടു ഡു ഇറ്റ് ദെൻ ഡു ഇറ്റ്, സ്റ്റോപ്പ് കംപ്ലൈനിങ് ആൻഡ് ആക്ട് എന്ന് പറയുന്നുണ്ട്. ഈ പറഞ്ഞ വാചകങ്ങൾ കോബിക്ക് നല്ല രീതിയിൽ കൊള്ളുന്നുണ്ട്. ഇവിടുന്നാണ് നമ്മുടെ ലൂഫിയുടെ ക്യാരക്ടർ ആർക്ക് ബിൽഡ് ചെയ്തതെന്ന് പറയാം. കാരണം ലൂഫി ബാക്കിയുള്ള ആൾക്കാരെ ഇൻസ്പയർ ചെയ്ത് തുടങ്ങുന്നു. ഈ അവസരത്തിലാണ് പൈററ്റ്സിനെ അടിച്ചിട്ട വിവരം നമ്മുടെ ഷിപ്പിന്റെ ക്യാപ്റ്റൻ ആയിട്ടുള്ള അൽവിഡ അറിയുന്നത്.
ആ അവസരത്തിൽ പെട്ടെന്ന് അൽവിഡ അവരുടെ ആ ഒരു സംഭാഷണത്തിന്റെ ഇടയിൽ കയറുകയും കോബിയോട് ചോദിക്കുകയും ചെയ്യുന്നുണ്ട് ഞാൻ ആരാണെന്ന്. അവൾ എക്സ്പെക്ട് ചെയ്തിരുന്ന ഒരു മറുപടി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലേഡി എന്നാണെങ്കിൽ കോബി പറഞ്ഞത്, ലൂഫിയുടെ ഇൻസ്പിറേഷനിൽ കോബി പറഞ്ഞത് നിങ്ങൾ ഒരു അഗ്ലി ആൻഡ് ഒരു ഓൾഡ് ഹാഗ് ആണെന്നാണ്. ഇത് അൽവിഡയ്ക്ക് വട്ടുപിടിപ്പിക്കുന്ന പോലെ ആക്കി. എന്നിട്ട് അൽവിഡ രണ്ടുപേരെയും പിടിച്ചു കെട്ടാൻ പറയുകയാണ് ബാക്കിയുള്ള പൈററ്റ്സിനോട്. ആൻഡ് ഒടുക്കം നമ്മുടെ അൽവിഡയിലെ ക്രൂവിലുള്ളവരെ എല്ലാവരും തന്നെ നമ്മുടെ ലൂഫി ഡിഫീറ്റ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് കിട്ടിയ തക്കം നോക്കി കോബിയും ലൂഫിയും കൂടെ ഒരു സ്മോൾ ബോട്ടിൽ കയറിയിട്ട് അങ്ങ് യാത്ര തുടരുകയാണ്. ഈ ഒരു ടൈമിൽ കോബി താങ്ക് ചെയ്യുന്നുണ്ട് ലൂഫിനെ അവിടെ നിന്ന് രക്ഷിച്ചതിനൊക്കെ പറ്റി. അപ്പോഴാണ് കോബി ലൂഫിയുടെ ഐഡിയ അല്ലെങ്കിൽ ഡ്രീം എന്താണെന്ന് മനസ്സിലാക്കുന്നത്. ലൂഫിക്ക് കിങ് ഓഫ് പൈററ്റ്സ് ആകണമെന്നും അതിനായിട്ട് അവനൊരു വലിയ പൈററ്റ് ക്രൂവിനെ അന്വേഷിച്ച് നടക്കുകയാണെന്നും അതേ തുടർന്ന് അവനൊരു സ്പോർട്സ്മാനെ ആവശ്യമുണ്ടെന്നും ആ ഒരു ആളുടെ പേരാണ് സോറോ എന്നും പറയുന്നു. ഇങ്ങനെയാണ് എപ്പിസോഡ് 1 തീരുന്നത്. തുടർന്ന് എപ്പിസോഡ് 2 ആണ് എൻറ്ററിംഗ് ദ ഗ്രേറ്റ് സ്പോർട്സ്മാൻ പൈററ്റ് ഹണ്ടർ റോറനോവ സോറോ. അങ്ങനെ കിങ് ഓഫ് പൈററ്റ്സ് ആകാൻ വേണ്ടി തനിക്കൊരു വലിയ പൈററ്റ് ക്രൂ തന്നെ വേണമെന്നും അറ്റ്ലീസ്റ്റ് അതിൻ്റെ അകത്ത് 10 സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ക്രൂ മേറ്റ്സും വേണമെന്നും നമ്മുടെ കോബിയോട് ലൂഫി പറയുകയാണ്. ഈ ഒരു ടൈമിലാണ് കോബി മെൻഷൻ ചെയ്യുന്നത് ആരെ, നമ്മുടെ പൈററ്റ് ഹണ്ടർ ആയിട്ടുള്ള സോറോയെ പറ്റി. അടുത്തുള്ള മറൈൻ ബേസിൽ നമ്മുടെ സോറോനെ പിടിച്ചു വെച്ചിട്ടുണ്ടെന്ന് കോബി ലൂഫിയോട് പറയുന്നു. അപ്പോൾ ലൂഫി പറയുന്നു ഇവൻ ഈ പറയുന്നത്ര ഉണ്ടോ, ഏതായാലും അവൻ എൻ്റെ ക്രൂവിൽ ചേർക്കണം. സോ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് തന്നെ ആ ഒരു ബിൽഡപ്പ്, സോറോയെ പറ്റിയുള്ള ഒരു ബിൽഡപ്പ് അവിടെ എഴുത്തുകാരൻ കൊടുക്കുകയാണ്. അങ്ങനെ അവരുടെ ആ കുഞ്ഞ കപ്പലിൽ കയറി അവർ എത്തുകയാണ് ഷെൽസ് ടൗണിൽ. ഇതൊരു മറൈൻ കൺട്രോൾഡ് ആയിട്ടുള്ള ഐലൻഡാണ്. എന്നിരുന്നാലും ഇപ്പോഴത്തെ ആ മറൈനേഴ്സിന്റെ ക്യാപ്റ്റൻ എന്ന് പറയുന്നത് ആക്സാൻഡ് എന്ന് വിളിക്കുന്ന മോർഗനാണ്. ഇതൊരു ലോക്കൽ മറൈൻ കമാൻഡർ അല്ലെങ്കിൽ ഡിക്റ്റേറ്റർ എന്നൊക്കെ പറയാം. ലിറ്ററലി ഒരു മെറ്റൽ ആക്സ് ആണ് അദ്ദേഹത്തിന്റെ വലത്തെ കൈ. ഈ ബാക്കിയുള്ള മറൈനേഴ്സിനാർക്കും ഇവരുടെ ക്യാപ്റ്റനെ അത്ര ഇഷ്ടവുമില്ല. അദ്ദേഹത്തെ പേടിച്ച് ഒന്നും പറയുന്നില്ലെന്ന് മാത്രം. അങ്ങനെ ഡിക്റ്റേറ്റർഷിപ്പ് കളിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിലാണ് ലൂഫിയും കോബിയും അവിടെ എത്തിച്ചേരുന്നത്. ഈ ടൈമിലാകട്ടെ നമ്മുടെ മോർഗന്റെ ഒരു വലിയ സ്റ്റാച്ചു ബാക്കിയുള്ള മറൈനേഴ്സിനോടെല്ലാം ഡിക്റ്റേറ്റർ രൂപേണ ആജ്ഞാപിച്ച് അവരുടെ അതിൻ്റെ മണ്ടയിൽ പ്രതിഷ്ഠിക്കുവാൻ പോവുകയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് മറൈനേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട് എങ്ങനത്തെ ഒരു ക്രൂവൽ ആൻഡ് സെൽഫ് അബ്സോർബ്ഡ് ആയിട്ടുള്ള ഒരാളാണിത്, ഇയാളുടെ കീഴിൽ ജോലി ചെയ്യുന്നതിന് എനിക്ക് തന്നെ ലജ്ജയുണ്ടെന്ന്. തുടർന്ന് സീൻ കട്ട് ചെയ്യുന്നത് ഒരു മറൈൻ്റെ കോർട്ട് യാർഡിലേക്കാണ്. അവിടെ നമുക്ക് ആദ്യമായിട്ട് സോറോനെ കാണാൻ പറ്റുന്നു. ഒരു വുഡൻ കുരിശ് പോലെ ഇരിക്കുന്ന സാധനത്തിൽ നല്ല ചുട്ടുകൊള്ളുന്ന വെയിലത്ത് റഗ്ഡായിട്ടുള്ള ഒരു മസ്കുലർ ആയിട്ടുള്ള ഒരാളിങ്ങനെ കെട്ടിയിട്ടിരിക്കുന്നു. യെസ്, നൺ അതർ ദാൻ സോറോ. അവിടെ കുറെ ഗോസിപ്പൊക്കെ പറയുന്നുണ്ട്. അതാണ് സോറോ, പൈററ്റ് ഹണ്ടർ. അവൻ ഭയങ്കര സ്കേറിയാണ്. ഈ ഒരു സീനിലൂടെ സോറോയുടെ ആ ഒരു ബിൽഡപ്പ് നമുക്ക് മനസ്സിലാവുന്നതാണ്. സോ ഇതേ ടൈമിൽ അധികം സമയമൊന്നും കളയാതെ ലൂഫി സോറോനെ കാണുവാൻ വേണ്ടി അങ്ങോട്ട് പോവുകയാണ്. അങ്ങനെ നമ്മുടെ ലൂഫി സോറോനെ കണ്ടുമുട്ടുകയും സോറോയോട് തൻ്റെ ക്രൂവിൽ ചേരണമെന്നും പറയുകയും ചെയ്യുകയാണ്. അപ്പോൾ സോറോ ലാഫ് ചെയ്തിട്ട് പറയുകയാണ് ഞാനൊരു പൈററ്റ് ആകുന്നതിനേക്കാളും ഭേദം മരിക്കുന്നതാണെന്ന്. അതേ തുടർന്ന് അദ്ദേഹം എങ്ങനെയാണ് ഈ ഒരു നിലയിൽ എത്തിയതെന്ന്, കാരണം ഇത്ര വലിയ പൈററ്റ് ഹണ്ടർ എങ്ങനെയാണ് ഇവരുടെ പിടിയിലായെന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് ഇപ്പോൾ ഇവിടുത്തെ നേതാവായിട്ടുള്ള ആ ഒരു ഡിക്റ്റേറ്ററിൻ്റെ മകനായിട്ടുള്ള ഹെൽമപ്പോ എന്ന് പറയുന്ന വ്യക്തിയും ഞാനും തമ്മിൽ ഒരു കരാറായി. അതായത് ഒരു കുഞ്ഞു കൊച്ചിന്റെ ജീവന് വേണ്ടി ഞാൻ ഫുഡൊന്നും കഴിക്കാതെ ഇത്ര ദിവസം ഇവിടെ കടന്നാൽ അവളെ ജീവനോടെ വിട്ടേക്കാമെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ അവന്റെ സമ്മതമുള്ളതുകൊണ്ട് മാത്രമാണ് അദ്ദേഹത്തെ ഇങ്ങനെ കെട്ടിയിടാൻ സാധിച്ചതെന്നുള്ള കാര്യങ്ങൾ ബാക്കിയുള്ളവർ മനസ്സിലാക്കുകയാണ്. ഈ ഒരു സീനിലൂടെ സോറോയുടെ ആ ഒരു ഹോണറും ലോയൽറ്റിയും നമുക്ക് മനസ്സിലാവുന്നതാണ്. എന്നിരുന്നാലും നമ്മുടെ ഹെൽമപ്പോ ഈ സോറോയുടെ പോലെ അത്ര ഹോണറൊന്നും ഉള്ള ഒരാളായിരുന്നില്ല. സോറോനെ പിടിച്ചു കെട്ടിയെന്നുള്ള അഹങ്കാരത്തിൽ അവനെ എക്സിക്യൂട്ട് ചെയ്യണമെന്നുള്ള ആ ഒരു അതിബുദ്ധിയാണ് നമ്മുടെ ഹെൽമപ്പോ അവിടെ കാണിക്കുവാൻ ഉദ്ദേശിച്ചിരുന്നത്. അതായത് എന്നാണേലും സോറോനെ കൊല്ലുമെന്ന് അർത്ഥം. ഈ ഒരു ടൈമിലേക്കാണ് അവിടെ ഒരു ലിറ്റിൽ ഗേൾ വരുന്നത്, ഒരു ഫ്ലാഷ് ബാക്ക് ആയിട്ട്. ഇതേ ലിറ്റിൽ ഗേളിനെ സേവ് ചെയ്യാൻ വേണ്ടിയാണ് സോറോ ഇപ്പോൾ ഈ അവസ്ഥയിലായത്. അവള് സോറോയ്ക്ക് വേണ്ടി ഒരു ഫുഡ് കൊണ്ടിരിക്കുകയാണ്. ആ ഒരു ടൈമിൽ തന്നെ ഹെൽമപ്പോയുടെ ആൾക്കാർ ഈ ഫുഡ് കൊണ്ടിരുന്ന കൊച്ചിനെ കാണുകയും ആ ഒരു ഫുഡ് തന്നെ വലിച്ചെറിയുകയും ചെയ്യുന്നു. ഇതേ തുടർന്ന് അപ്പോൾ അവിടേക്ക് ഹെൽമപ്പോ തന്നെ നേരിട്ട് വരികയാണ്. ഇതെല്ലാം മനസ്സിലാക്കിയ ലൂഫി ഹെൽമപ്പോയായിട്ട് ഫൈറ്റ് ചെയ്യുകയാണ്. എന്നിട്ട് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, യു ആർ നോട്ട് എ റിയൽ മറൈൻ, യു ആർ ജസ്റ്റ് എ ട്രാഷ് എന്ന്. ഈ ഒരു ടൈമിൽ എഴുത്തുകാരൻ ലൂഫിയുടെ ഫിയർലെസ് നേച്ചറിനെയാണ് കാണിക്കുന്നത്. അതായത് ഒരു മറൈൻ ഡിക്റ്റേറ്ററിന്റെ സണ്ണിനെ കൂസലില്ലാതെ അടിച്ച് പരിചാക്കി ലൂഫി. ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്ന നമ്മുടെ കോബിക്ക് നല്ല രീതിയിൽ പേടിയാവുന്നുണ്ട്. എന്നാണേലും നമ്മുടെ ലൂഫി അതെല്ലാം ചിരിച്ചു തള്ളുകയാണ് ഉണ്ടാകുന്നത്. ആ ഒരു ടൈമിൽ ലൂഫി ഈ ഹെൽമപ്പോ താൻ വിചാരിക്കുന്ന പോലത്തെ ആളൊന്നും അല്ല, സോറോനെ ഏതായാലും കൊല്ലുവാനാണ് ഇവരുടെ പ്ലാൻ എന്നൊക്കെ സോറോയോട് പറയുകയാണ്. എന്നിട്ട് അവൻ പറയുകയും ചെയ്യുന്നുണ്ട്, ഞാൻ ഉറപ്പായിട്ടും നിങ്ങളെ എസ്കേപ്പ് ചെയ്യാൻ സഹായിക്കാം, എൻ്റെ ക്രൂവിൽ നിങ്ങൾ ചേരണമെന്ന്. ഈ ഒരു ടൈമിലാണ് ലെജൻഡറി ആയിട്ടുള്ള ആ ഒരു നറേഷൻ വരുന്നത്. അവിടെ തുടങ്ങുകയാണ് അവരുടെ ജൈത്രയാത്ര. ദ മാൻ ഹു വിൽ ബി പൈററ്റ് കിങ് ആൻഡ് ദ മാൻ ഹു വിൽ ബി ദ വേൾഡ്സ് ഗ്രേറ്റസ്റ്റ് സ്പോർട്സ്മാൻ. സോ അങ്ങനെ എപ്പിസോഡ് 2 അവസാനിക്കുന്നു. അതെ, മോർഗൻ വേഴ്സസ് ലൂഫി, ഹൂ ഈസ് ദ ബ്യൂട്ടിഫുൾ യങ് ഗേൾ.
സോ നമ്മുടെ ലൂഫി അങ്ങനെ ഹെൽമപ്പോനെ അടിച്ച് നിലംപരിശാക്കിയിട്ട് ഹെൽമപ്പോ ഓടിച്ചെന്ന് തൻ്റെ അപ്പനോട്, അതായത് ക്യാപ്റ്റൻ മോർഗനോട് കാര്യം പറയുകയാണ്. ഇതിൽ ഫ്യൂരിയസ് ആയിട്ടുള്ള ക്യാപ്റ്റൻ മോർഗൻ പെട്ടെന്ന് തന്നെ അവരെ പിടിച്ചു കെട്ടാൻ ആജ്ഞാപിക്കുന്നു. ഈ ഒരു ടൈമിലാകട്ടെ നമ്മുടെ ലൂഫി സോറോനെ എങ്ങനെയും എസ്കേപ്പ് ചെയ്യാനുള്ള പ്ലാൻ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ടൈമിൽ സോറോയുടെ മൈൻഡിൽ അവൻ്റെ പാസ്റ്റിലെ കുറച്ച് മെമ്മറീസ് ഒക്കെയാണ് കാണിക്കുന്നത്. അതായത് അവൻ ഇവിടെ വെച്ച് മരിക്കുവാൻ പറ്റില്ല, അവന് ഗ്രേറ്റസ്റ്റ് സ്പോർട്സ്മാൻ ആകണമെന്നുള്ള ഒരു പ്രതിജ്ഞ. ആ ഒരു ടൈം ആയപ്പോഴേക്ക് നമ്മുടെ ക്യാപ്റ്റൻ മോർഗനും അദ്ദേഹത്തിൻ്റെ ആൾക്കാരും നമ്മുടെ ലൂഫിനെയും നമ്മുടെ സോറോനെയും വളഞ്ഞിരിക്കുന്നു. എന്നിട്ട് നമ്മുടെ ക്യാപ്റ്റൻ മോർഗൻ ബാക്കിയുള്ള മറൈനേഴ്സിനോട് ഓർഡർ ഇടുകയാണ് സോറോനെയും ഇവനെയും വധിക്കുവാൻ. അവർ എന്നിട്ട് ഒരു തോക്കെടുത്ത് ഹെസിറ്റേഷനോടുകൂടി വെടിവെക്കുന്നു. എന്നിരുന്നാലും നമ്മുടെ ഗം ഫ്രൂട്ട് കഴിച്ച ലൂഫിക്ക് ഇതൊന്നും വലിയ പ്രശ്നമായിരുന്നേ ഇല്ല. അവൻ്റെ റബ്ബർ പോലത്തെ ശരീരത്തിൽ കൊണ്ട വെടിയുണ്ടകളെല്ലാം തിരിച്ച് അവർക്ക് തന്നെ വിനയായി തീർന്നു. ഇവൻ്റെ ഈ പവർ കണ്ടിട്ട് സോറോ പോലും അന്തം വിട്ടു നിൽക്കുകയാണ്. ആ ഒരു ടൈമിൽ ലൂഫി എടുത്ത് ചോദിക്കുന്നുണ്ട്, പെട്ടെന്ന് നീ ഇവിടെ വെച്ച് മരിച്ചാൽ പിന്നെ നിന്റെ ഡ്രീം ആര് ഫുൾഫിൽ ചെയ്യുമെന്ന്. ഈ ഒരു ടൈമിൽ സോറോയ്ക്ക് മനസ്സിലാവുന്നുണ്ട് ഇവനൊരു സാധാരണ ആളല്ലെന്നും, എന്നിരുന്നാലും നമുക്കൊന്നൊരു കൈ നോക്കാമെന്നും. സോ ഒരു മ്യൂച്വൽ റെസ്പെക്റ്റിലും ഷെയർഡ് അംബിഷനിലും സോറോ അംഗീകരിക്കുകയാണ്. ഇതിനെ തുടർന്ന് നമ്മുടെ ലൂഫി ഹെൽമപ്പോനെ പിടിച്ചുകൊണ്ട് സോറോയുടെ ആ ഒരു ലെജൻഡറി സ്വോർഡ്സ് എവിടെയാണെന്നും അത് എടുത്തു കൊടുക്കണമെന്നും പറയുന്നു. ആദ്യം ഹെസിറ്റേറ്റ് ചെയ്യുമെങ്കിലും ആ ഒരു ലൂഫിയുടെ ഇടിയൊക്കെ കൊണ്ടിട്ട് ഹെൽമപ്പോ അത് തന്നെ എടുത്തുകൊണ്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ലൂഫി സോറോയുടെ സ്വോർഡ്സ് എടുത്ത് സോറോയ്ക്ക് കൊടുക്കുകയാണ്. ഇപ്പോൾ സോറോ ഫ്രീ ആയി കഴിഞ്ഞു. സ്റ്റാൻഡ് സ്റ്റോൾ ആൻഡ് റെഡി ടു ഫൈറ്റ്. തുടർന്ന് മോർഗൻ ഓർഡർ ചെയ്യുകയാണ്, എന്തിരുന്നാലും വേണ്ടില്ല രണ്ടുപേരെയും കൊന്നേക്കാൻ. ഈ ഒരു ടൈമിലാണ് സോറോയുടെ ആ ഒരു പവർ നമുക്ക് മനസ്സിലാവുന്നത്. ഒരൊറ്റ സ്ലാഷിലൂടെ കുറേ മറൈൻ സോൾജേഴ്സിനെ ഇൻക്രെഡിബിൾ സ്പീഡും പ്രസിഷനും വെച്ച് ആ ഒരു 3 sword സ്റ്റൈൽ വെച്ചിട്ട് സോറോ സ്ലാഷ് ചെയ്യുന്നു. ഇത് കണ്ടു നിന്ന് എല്ലാവരും തന്നെ ലിറ്ററലി ഞെട്ടിപ്പോയി. ഇത് കണ്ടപ്പോഴേക്ക് മോർഗന് സഹിക്കുവാനായില്ല. മോർഗൻ ആദ്യം ലൂഫിനെ ഡയറക്റ്റ്ലി തന്നെ എൻകൗണ്ടർ ചെയ്യാൻ നോക്കി. ആദ്യം അവൻ്റെ ആ ഒരു മാസീവായിട്ടുള്ള ആക്സ് ആം ഉപയോഗിച്ച് ലൂഫിനെ ഡയറക്റ്റ്ലി ഹിറ്റ് ചെയ്തു. എന്നിരുന്നാലും ഗുമു ഫ്രൂട്ട് കഴിച്ച നമ്മുടെ ലൂഫിയുടെ ഒരു എതിരാളി പോലും അല്ലായിരുന്നു ക്യാപ്റ്റൻ മോർഗൻ. അവൻ്റെ ആ ഒരു ഗുമു ഗോമോ നോ പിസ്റ്റൽ എന്ന് പറയുന്ന ആ ഒരു ടെക്നിക്ക് ഉപയോഗിച്ചിട്ട് അവൻ്റെ താടിയിൽ നോക്കി ഒരു ഒറ്റ അടിയാണ് ലൂഫി കൊടുത്തത്. ഇതേ തുടർന്ന് നമ്മുടെ മോർഗൻ്റെ റൂളിൽ നിന്ന് മറൈനേഴ്സ് ഇപ്പോൾ ഫ്രീ ആയിട്ടിരിക്കുന്നു. എല്ലാവരും തന്നെ ഹാപ്പി, കാരണം അവരുടെ ഡിക്റ്റേറ്റർ, അവരുടെ ടെറന്റ് ഡിഫീറ്റ് ആകപ്പെട്ടിരിക്കുന്നു. നമ്മുടെ കോബി ആവട്ടെ അവരുടെ ആ ഒരു മറൈൻ ബേസിൽ ചേരാൻ വേണ്ടി തയ്യാറായി നിൽക്കുകയാണ്. അങ്ങനെ ഫൈനലി ലൂഫിയും സോറോയും ആ ഒരു സ്ഥലത്തിൽ നിന്ന് പോവുകയാണ്. സോ നമ്മുടെ ക്യാപ്റ്റൻ മങ്കി ഡി ലൂഫി അവൻ്റെ ഫസ്റ്റ് ടീം മേറ്റിനെ കണ്ടുപിടിച്ചിരിക്കുന്നു, റോറോണവ സോറോ. ഈ ഒരു ടൈമിൽ നമ്മുടെ സോറോ ചോദിക്കുന്നുണ്ട്, എന്തിനാണ് നീ ക്യാപ്റ്റൻ അല്ലെങ്കിൽ കിങ് ഓഫ് പൈററ്റ്സ് ആവുന്നതെന്ന്. അപ്പോൾ നമ്മുടെ ലൂഫി പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ ഒരിക്കൽ ഒരു ലെജൻഡറി യോദ്ധാവിന് വാക്ക് കൊടുത്തതാണ് ഐ വിൽ ബി ദ കിങ് ഓഫ് പൈററ്റ്സ് എന്ന്. എന്നിട്ട് ഒരൊറ്റ സീൻ കാണിക്കുന്നുണ്ട്, ഒരു സ്ട്രോ ഹാറ്റ് തലയിൽ വെച്ച് കൊടുക്കുന്ന പോലത്തെ ഒരു സീൻ. ഇതോടുകൂടിയാണ് എപ്പിസോഡ് നമ്പർ 3 അവസാനിക്കുന്നത്. സോ ഒരു സമ്മറൈസ് രൂപേണെ വൺ പീസിന്റെ ആദ്യത്തെ ആർക്കിനെ പറ്റി പറയുകയാണെങ്കിൽ ഈസ്റ്റ് ബ്ലൂ സാഗയിലെ ആദ്യത്തെ ആർക്കായ റൊമാൻസ് ഡൗൺ ആർക്കാണ് ഇത്. ഇതിൽ വരുന്ന എപ്പിസോഡുകൾ 1, 2, 3 വരെയാണ്. മെയിൻ സെറ്റ് ചെയ്തിരിക്കുന്നത് ഫൂഷ വില്ലേജിലാണ്. മെയിൻ ഇവൻറ്റ്സ് നോക്കുകയാണെങ്കിൽ ലൂഫി എന്ന് പറയുന്ന ക്യാരക്ടറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും സോറോ എന്ന് പറയുന്ന ക്യാരക്ടറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും ക്യാപ്റ്റൻസ് അല്ലെങ്കിൽ പൈററ്റ്സ് എല്ലാം കൂടെ ആ ഒരു വൺ പീസിനെ തേടി നടക്കുന്ന ഒരു ജൈത്രയാത്രയുടെ ആരംഭവുമാണ് ഫസ്റ്റ് ആർക്ക് സൂചിപ്പിക്കുന്നത്. ഈസ്റ്റ് ബ്ലൂ സാഗയുടെ രണ്ടാമത്തെ ആർക്കാണ് നെക്സ്റ്റ് എപ്പിസോഡുകളിൽ വരുന്നത്. പേരെടുത്ത് പറയുകയാണെങ്കിൽ എപ്പിസോഡ് 4 തൊട്ട് 8 വരെയുള്ളത് ദ ഓറഞ്ച് ടൗൺ ആർക്ക്. വൺ പീസ് എന്ന ബ്രഹ്മാണ്ഡ ആനിമേ സീരീസിലെ രണ്ടാമത്തെ ആർക്കാണ് ദി ഓറഞ്ച് ടൗൺ ആർക്ക്. അനിമേ എപ്പിസോഡ് വെച്ച് പറയുകയാണെങ്കിൽ 4 മുതൽ 8 വരെയാണ് ഈ ഒരു ആർക്കിലുള്ളത്. ഈസ്റ്റ് ബ്ലൂ സാഗയുടെ രണ്ടാമത്തെ ആർക്കായിട്ടുള്ള, അതായത് റൊമാൻസ് ടൗൺ ആർക്ക് കഴിഞ്ഞിട്ടുള്ള ഓറഞ്ച് ടൗൺ ആർക്കിന്റെ ഒരു ബ്രീഫ് ആൻഡ് ക്വിക്ക് സമ്മറിയാണ് നമ്മൾ നോക്കുവാൻ പോകുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. ഓറഞ്ച് ടൗൺ ആർക്ക്. സോ മുൻപുള്ള എപ്പിസോഡുകളിൽ നിന്ന് ഈ ആർക്കിൽ വ്യത്യസ്തരായിട്ട് വരുന്ന ക്യാരക്ടേഴ്സ് ആണ് നാമി, ബഗി ദ ക്ലൗൺ, കബാജി, മോജി, റിച്ചി ആൻഡ് ഓഫ് കോഴ്സ് നമ്മുടെ നായകന്മാരായിട്ടുള്ള മങ്കി ഡി ലൂഫിയും സോറോയും ഓൾറെഡി ഇന്നാണ്. സോ കഥ ഇപ്പോൾ കണ്ടിന്യൂ ചെയ്യുന്നത് അവർ ക്യാപ്റ്റൻ അൽവിഡയുടെ ഷിപ്പിൽ നിന്ന് രക്ഷപ്പെട്ട് പുതിയൊരു തീരം തേടി ഇങ്ങനെ പോവുകയാണ്. ഈ ഒരു ടൈമിൽ ലൂഫിക്ക് എങ്ങനെയാണ് ലൂഫിയുടെ ഹാറ്റ് കിട്ടിയെന്നുള്ള ഒരു ഫ്ലാഷ് ബാക്ക് സ്റ്റോറിയിലേക്ക് പോകുന്നു. ലൂഫിയുടെ കുട്ടിക്കാലവും അദ്ദേഹത്തിന്റെ ഫൂഷ വില്ലേജും. അവിടെ അദ്ദേഹത്തിന്റെ വില്ലേജിൽ ഓഫൻ വിസിറ്റ് ചെയ്യുന്ന ഒരു പൈററ്റ് ആയിരുന്നു റെഡ് ഹെയർഡ് ഷങ്സ്. സോ ഷങ്സിനെ കണ്ട് അഡ്മയർഡായ ലൂഫി ഇവനെ പോലെ ആകണമെന്നും ഷങ്സിന്റെ പൈററ്റ് ക്രോയിൽ ഉണ്ടായിരുന്ന ഒരു ചെസ്റ്റ് തുറന്ന് അതിലുണ്ടായിരുന്ന ഗം ഫ്രൂട്ട് അല്ലെങ്കിൽ ഗൊമു ഫ്രൂട്ട് എടുത്ത് കഴിക്കുകയും ചെയ്യുന്നു. അതേ തുടർന്ന് ലൂഫിക്ക് ആ ഒരു എലാസ്റ്റിക് പവർ കിട്ടുകയാണ്. അവന്റെ ദേഹം റബ്ബർ പോലെയായി മാറുകയും
അതിനൊരു കോസ്റ്റ് ആയിട്ട് അവന്റെ സ്വിമ്മിങ് എബിലിറ്റി പോവുകയും ചെയ്യുന്നു. ഈ ഒരു ടൈമിൽ അവിടെ ബണ്ടിറ്റ്സ് എന്ന് പറയുന്ന ഒരു വലിയ ക്രൂ വരുന്നുണ്ട്. അവർ വന്നിട്ട് നമ്മുടെ ഷങ്സിനെയും ബാക്കിയുള്ള ആൾക്കാരെയും ഇൻസൾട്ട് ചെയ്യുന്നുണ്ട്. ഇതിൽ കുപിതനായ ലൂഫി അവരോട് എതിർക്കുവാൻ പോകുന്നു. എന്നിരുന്നാലും അവനെ വലിച്ച് കടലിൽ കൊണ്ടുപോയിട്ട് നമ്മുടെ ബണ്ടിറ്റ്സ് കുറച്ച് അവനെ ഊക്കുന്നുണ്ട്. ഈ ഒരു ടൈമിനാണ് ഷങ്സ് നമ്മുടെ ലൂഫിനെ റെസ്ക്യൂ ചെയ്യാൻ വരുന്നത്. ആ ഒരു റെസ്ക്യൂ ടൈമിന്റെ ഇടയിൽ ഷങ്സിന്റെ ഇടത്തെ കൈ അവന് നഷ്ടപ്പെടുന്നു. എടുത്തു പറയുകയാണെങ്കിൽ ബണ്ടിറ്റ്സുമായിട്ട് ഫൈറ്റ് ചെയ്തപ്പോഴല്ലായിരുന്നു നമ്മുടെ ഈ ഇടത്തെ കൈ പോയത്, മറിച്ച് അവിടെ ഒരു സീക്കിംഗ് മോൺസ്റ്റർ ഉണ്ടായിരുന്നു. എന്നിരുന്നാലും നമ്മുടെ ഷങ്സിന്റെ ഒരു ഒറ്റ നോട്ടം കൊണ്ട് അത് പേടിച്ച് കുറച്ച് പോയി. എന്നിരുന്നാലും ഷങ്സിന്റെ ആ ഒരു കാം ആൻഡ് മെച്യൂർ പൈററ്റ് കോഡുള്ള നേച്ചർ ആൾക്കാരിലേക്ക് എത്തിക്കുന്നു. അങ്ങനെ ഷങ്സ് അവന്റെ വില്ലേജിൽ നിന്ന് പോകുമ്പോൾ കൊടുത്തതാണ് ആ ഒരു സ്ട്രോ ഹാറ്റ്. അവിടെ വെച്ച് നമ്മുടെ ലൂഫി പ്രോമിസ് ചെയ്യുന്നുണ്ട്, ഐ വിൽ ബി ദ ഗ്രേറ്റ് പൈററ്റ്. ഇത് കഴിഞ്ഞ് ഫ്ലാഷ് ബാക്ക് ഒക്കെ മാറി കറണ്ട് സിറ്റുവേഷനിലേക്കാണ് വരുന്നത്. അവിടെ വെച്ചാണ് നമുക്ക് നാമിയെ കാണുവാൻ പറ്റുന്നത്. അതെ, ദ ക്ലെവർ തീഫ് അല്ലെങ്കിൽ നാവിഗേറ്റർ. ബേസിക്കലി നമ്മുടെ നാമി പൈററ്റ്സിന്റെ അടുത്ത് നിന്നെല്ലാം കട്ടെടുക്കുകയാണ് പതിവ്. സോ ഇപ്പോൾ നമ്മുടെ സോറോയും ലൂഫിയും കൂടെ ആകട്ടെ എത്തിച്ചേർന്നിരിക്കുന്നത് ഓറഞ്ച് ടൗണിലാണ്. ഇത് റൂൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ് ദ ക്ലൗൺ ബഗി. ഇവിടുത്തെ ഡിക്റ്റേറ്റർ പോലെ എന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ ബഗ്ഗിക്കും ഒരു സ്പെഷ്യൽ പവർ ഉണ്ട്. ബഗ്ഗിയും പണ്ട് ഒരു ഡെവിൾ ഫ്രൂട്ട് കഴിച്ചിട്ടുണ്ട്, നമ്മുടെ ലൂഫിയെ പോലെ. ബട്ട് നമ്മുടെ ലൂഫിയെ കൂട്ട് പവർ അല്ല. ബഗ്ഗിയുടെ പവർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചോപ്പ് പവർ ആണ്. ബറാ ബറാ നോമി. ഇച്ചിരി അങ്ങോട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുകയാണെങ്കിൽ അവന്റെ ബോഡി പാർട്സ് അവന് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. അതും അവന് ഇഷ്ടമുള്ളപ്പോൾ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന പോലെ. സോ ഇതിന്റെ ഇടയ്ക്ക് ബഗ്ഗിയുടെ പൈററ്റ്സിന്റെ അടുത്ത് നിന്ന് കുറെ കാര്യങ്ങൾ നാമി കട്ടുകൊണ്ട് പോകുന്നുണ്ട്. ആ ഇടയ്ക്കാണ് അങ്ങോട്ട് നമ്മുടെ ലൂഫി വരുന്നത്. ലൂഫിനെ ഇട്ട് കൊടുത്തിട്ട് അവിടുന്ന് രക്ഷപ്പെടാനാണ് നാമി ആദ്യം വിചാരിച്ചെങ്കിലും നാമിയുടെ ആ ഒരു നല്ല മനസ്സ് അതിനനുവദിച്ചില്ല. നാമി മാക്സിമം ബഗ്ഗിയുടെ ആൾ തന്നെയാണ് താനും ലൂഫിയായിട്ട് തനിക്കൊരു ബന്ധമില്ലെന്ന് പ്രൂവ് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും ബഗ്ഗി അവസാനം ബാക്ക് ഫയർ ചെയ്തു. എങ്ങനെ ലൂഫിനെ കൊല്ലണമെന്ന് പറഞ്ഞു. നാമിക്ക് അത് സാധിച്ചില്ല. ഈ ഒരു ടൈമിൽ കടന്നു വരുന്ന അനദർ ക്യാരക്ടറാണ് മോജി. ഈ മോജി എന്ന് പറയുന്ന ഒരു ബീസ്റ്റ് ടൈമറാണ്. അദ്ദേഹത്തിന് ഒരു വലിയ സിംഹമുണ്ട്. അവന്റെ പേരാണ് റിച്ചി. ഇവർ രണ്ടുപേരും കൂടെ ചേർന്ന് ബഗ്ഗിയുടെ നിർദ്ദേശം അനുസരിച്ച് ലൂഫിനെ അറ്റാക്ക് ചെയ്യുകയാണ്. ഇവർ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് സത്യം പറഞ്ഞാൽ അവിടെ കുറെ നാശനഷ്ടങ്ങളും ഉണ്ടാവുന്നുണ്ട്. അതിൽ മെയിനാണ് ഒരു പെറ്റ് ഫുഡ് ഷോപ്പ് നശിക്കുന്നത്. ഈ പെറ്റ് ഫുഡ് ഷോപ്പിന് കുറച്ച് ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഉണ്ട്. അവിടെ ചൗ എന്ന് പറയുന്ന ഒരു പട്ടിക്കുട്ടിയൊക്കെ ഉണ്ട്. ബട്ട് എന്നിരുന്നാലും ആ ഒരു ഫൈറ്റിനൊടുവിൽ, നല്ല ഫാന്റാസ്റ്റിക് ഫൈറ്റിനൊടുവിൽ ലൂഫി ആ ഒരു മോജിയുടെയും റിച്ചിയുടെയും ആ ഒരു റെക്സിൽ നിന്ന് രക്ഷപ്പെടുകയാണ്. ഈ ഒരു ടൈം ആകുമ്പോഴേക്കും സോറോയും ലൂഫിയുടെ ആ ഒരു സ്ഥലത്തേക്ക് എത്തിച്ചേരുകയാണ്. ഇപ്പോഴാവട്ടെ നമ്മുടെ ബഗ്ഗി രണ്ടാമതൊരു സെക്കൻഡ് ഇൻ കമാൻഡ് എന്ന പോലെ വേറൊരുത്തിനെ വിടുന്നുണ്ട്. അവന്റെ പേരാണ് കബാജി ദ ആക്രോബാറ്റ്. എന്നാൽ ഇത്തവണ കബാജിയോട് ഫൈറ്റ് ചെയ്യുന്നത് നമ്മുടെ ലൂഫി അല്ല, മറിച്ച് സോറോയാണ്, ദ സ്പോർട്സ്മാൻ. കൂടുതൽ എന്ത് പറയാനാ, സോറോ അൾട്ടിമേറ്റ്ലി ഡിഫീറ്റ്സ് കബാജി. എന്നിട്ട് അവന്റെ മൈൻഡിലുള്ള കാര്യങ്ങൾ കാഴ്ചക്കാരിലേക്ക് വിളിച്ചു പറയുകയാണ്. ഹി വാണ്ട് ടു ബിക്കം ദ വേൾഡ്സ് ഗ്രേറ്റസ്റ്റ് സ്പോർട്സ്മാൻ. ഈ ഒരു ടൈമിലാവട്ടെ നമ്മുടെ ലൂഫിയും ബഗ്ഗിയും കൂടെ നേരിട്ട് എൻകൗണ്ടർ ചെയ്യുകയാണ്. ഈ ഒരു ടൈമിലാണ് ബഗ്ഗി തന്റെ പാസ്റ്റ് സ്റ്റോറീസ് ഒക്കെ പറയുന്നത്. ആര്? ഷങ്സുമായിട്ട്. കാരണം ലൂഫിയുടെ തലയിരിക്കുന്ന ആ തൊപ്പി കണ്ടിട്ട് ഇത് എൻ്റെ കൂടെ പണ്ട് കളിച്ചു നടന്നിരുന്ന ഒരു കോമ്രേഡിൻ്റെ ആണെന്ന് നമ്മുടെ ബഗ്ഗി പറയുന്നു. പറഞ്ഞു വരുന്നത് റെഡ് ഹെയർഡ് ഷങ്സിനെ പറ്റിയാണ്. ഇവർ രണ്ടുപേരും ഒരു പൈററ്റ് ക്രൂവിലായിരുന്നു പണ്ട്. എന്നിട്ട് തുടർന്ന് എങ്ങനെയാണ് ഷങ്സ് കാരണം താൻ ഇങ്ങനെയായെന്ന് പറയുന്നുണ്ട്. അതായത് ഒരു ഫ്ലാഷ് ബാക്ക് സ്റ്റോറി. അതായത് നമ്മുടെ ഷങ്സും ഈ ബഗ്ഗിയും ഒരു പൈററ്റ് ക്രൂവിലായിരുന്നല്ലോ പണ്ട്. ആ ഒരു ടൈമിൽ ആ ഒരു പൈററ്റ് ഒരു സ്ഥലം ആക്രമിക്കുകയും അവിടുന്ന് കുറെ ട്രഷേഴ്സും മാപ്സും ഗോൾഡും ഒരു ഡെവിൾ ഫ്രൂട്ടും കിട്ടും. ഈ ഡെവിൾ ഫ്രൂട്ട് കിട്ടുന്ന സത്യം പറഞ്ഞാൽ നമ്മുടെ ബഗ്ഗിക്കാണ്. ബഗ്ഗി അത് ബാക്കി ആരോടും പറഞ്ഞില്ല. എന്നിരുന്നാലും അവൻ അത് ഒറ്റയ്ക്ക് കൊണ്ടുപോയി വേറെ ആർക്കെങ്കിലും വിൽക്കാമെന്നായിരുന്നു പ്ലാൻ. അതുകൊണ്ട് തന്നെ അവൻ ഒറ്റയ്ക്ക് ആ ഒരു പൈററ്റ് ഷിപ്പിൽ നിന്ന് പോകാൻ തയ്യാറായപ്പോൾ നമ്മുടെ ഷങ്സ് അവനെ പിടിക്കാനൊന്നും പറയില്ല, അവനെ ഫുഡ് കഴിക്കാൻ വിളിച്ചോളൂ. സോ അവൻ്റെ കയ്യിരിക്കുന്ന ഡെവിൾ ഫ്രൂട്ട് കാണാതിരിക്കാൻ വേണ്ടി നമ്മുടെ ബഗ്ഗി അതെടുത്ത് ഒറ്റ രീതിയിൽ അങ്ങ് തിന്നുകയാണ്. അതോടുകൂടെ അവന് ചോപ്പ് പവർ കിട്ടുകയും അവന് സ്വിം ചെയ്യാനുള്ള ആ ഒരു ശക്തി നശിക്കുകയും ചെയ്തു. അതായത് ഇവന് ഗ്രാൻഡ് ലൈനിലോ അല്ലെങ്കിൽ ഏറ്റവും വലിയ വൺ പീസ് ഇരിക്കുന്ന സ്ഥലത്തോട്ടോ പോകുവാൻ ഇനി സാധിക്കില്ല, കാരണം നീന്താൻ പറ്റത്തില്ലല്ലോ. സോ അവൻ അങ്ങനെ ലാൻഡ് റോൾ ചെയ്യാന്ന് വിചാരിച്ചു, കടലിനെ വിട്ട്. ഇതായിരുന്നു ബേസിക്കലി അവരുടെ ആ ഒരു സ്റ്റോറി. പിന്നെ ഇപ്പോൾ കറണ്ട് സിറ്റുവേഷനിലേക്ക് വരികയാണ്. ലൂഫിക്ക് ബഗ്ഗിയുടെ കാര്യങ്ങളെല്ലാം മനസ്സിലായി. എന്നിട്ട് ആ ഒരു എപ്പിക് ബാറ്റിലാണ് നടക്കാൻ പോകുന്നത്. ലൂഫി വേഴ്സസ് ബഗ്ഗി ദ ക്ലൗൺ. ഗോമു വേഴ്സസ് ചോപ്പ്. രണ്ടുപേരും ഈക്വലായിട്ട് ഫൈറ്റ് ചെയ്തെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഷങ്സിനെ ഹെയ്റ്റ് ചെയ്തോടുള്ള വർത്താനമൊന്നും ലൂഫിക്ക് ഇഷ്ടപ്പെട്ടില്ല. അവസാനം അവൻ എന്ത് ചെയ്തു, അവൻ്റെ സ്ട്രോ ഹാറ്റും കൂടെ നശിപ്പിക്കാറായപ്പോഴേക്കും ലൂഫിയുടെ ഫുൾ പൊട്ടൻഷ്യൽ എടുത്ത് പവർ ചെയ്യാൻ തുടങ്ങി. ബഗ്ഗിനെ ഡിഫീറ്റ് ചെയ്തു. സോ ഇതായിരുന്നു നമ്മുടെ ഓറഞ്ച് ടൗൺ ആർക്കിൻ്റെ ലാസ്റ്റ് എപ്പിസോഡ്, അതായത് എപ്പിസോഡ് നമ്പർ 8. ഇതിൻ്റെ അവസാനം നമ്മുടെ നാമി സത്യം പറഞ്ഞ ഒരു തീഫ് ആയിരുന്നെങ്കിലും അവളെ തൻ്റെ ക്രൂവിലേക്ക് ലൂഫി ക്ഷണിക്കുകയാണ്. നാമി പറയുന്നുണ്ട്, എൻ്റെ ജീവൻ പോയാലും ഞാനൊരു പൈററ്റ് ആവത്തില്ല, ഞാൻ നിങ്ങളെ ചുമ്മാ കൂടെ വരാമെന്ന് പറയുന്നുണ്ട്. ബട്ട് പൈററ്റ് ക്രൂവിൽ ചേരുന്നില്ല എന്ന് പറഞ്ഞാണ് ഈ ഒരു ആർക്ക് തന്നെ അവസാനിക്കുന്നത്. ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ ആദ്യത്തെ ആർക്കിൽ നമ്മുടെ സോറോ വന്നു, രണ്ടാമത്തെ ആർക്കിൽ ഇപ്പം നമ്മുടെ അൺഒഫീഷ്യലി നാമി ജോയിൻ ചെയ്തെന്ന് തന്നെ പറയാം. അങ്ങനെ നമ്മുടെ ലൂഫിയും സോറോയും നാമിയും
ഒരുമിച്ച് പിന്നെ ആ ഒരു കടൽ യാത്ര ആരംഭിക്കുന്നതോടുകൂടി ഓറഞ്ച് ടൗൺ ആർക്ക് സമാപിച്ചിരിക്കുകയാണ്. അടുത്ത ആർക്കാണ് ദ സിറപ്പ് വില്ലേജ് ആർക്ക്. പുതിയൊരു ക്രൂ മെമ്പറിനെ കിട്ടാൻ വളരെ സാധ്യതയുള്ള ഒരു ആർക്കാണ്. അതിനെപ്പറ്റി നമുക്ക് ആ ഒരു ആർക്ക് വീഡിയോയിൽ പറയുന്നതായിരിക്കും. വൺ പീസ് എന്ന ബ്രഹ്മാണ്ഡ അനിമേ സീരീസിന്റെ രണ്ടാമത്തെ ആർക്കായിട്ടുള്ള ഓറഞ്ച് ടൗൺ ആർക്ക് കഴിഞ്ഞ്, അതായത് നമ്മുടെ ക്യാപ്റ്റൻ ബഗീനെയും അവൻ്റെ കൂട്ടാളികളെയും ഡിഫീറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ ലൂവിയും സോറോയും പിന്നെ പുതിയ ക്രൂമേറ്റ് എന്ന് അൺഒഫീഷ്യലി സ്ഥിരീകരിക്കപ്പെട്ട നാമിയും കൂടെ ചേർന്ന് സെയിലിംഗ് ആരംഭിച്ചിരിക്കുന്നു. അവരിപ്പോൾ ഒരു വലിയ ഷിപ്പും കുറച്ച് ക്രൂമേറ്റ്സിനെയാണ് അന്വേഷിച്ച് നടക്കുന്നത്. ആ ഒരു ജേണി അവരെ എത്തിക്കുന്നത് സിറപ്പ് വില്ലേജിലാണ്. അതെ, ഒരു പീസ്ഫുൾ സീസൈഡ് ടൗൺ. അവിടെ അവർക്കുണ്ടാകുന്ന സംഭവ വികാസങ്ങളും തുടർന്ന് അവർക്കൊരു പുതിയ ക്രൂമേറ്റിനെയും കിട്ടുന്നതാണ് മൂന്നാമത്തെ ആർക്കായിട്ടുള്ള സിറപ്പ് വില്ലേജ് ആർക്ക്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. വൺ പീസിന്റെ ഈസ്റ്റ് ബ്ലൂ സാഗയുടെ രണ്ടാമത്തെ ആർക്ക് കഴിഞ്ഞിട്ടുള്ള, അതായത് ഡയറക്റ്റ് മൂന്നാമത്തെ ആർക്കാണ് സിറപ്പ് വില്ലേജ് ആർക്ക്. അനിമെ എപ്പിസോഡുകൾ 9 മുതൽ 18 വരെയാണ് ഇതിലുള്ളത്. മാങ്ക ചാപ്റ്റേഴ്സ് 22 തൊട്ട് 41 വരെ. മെയിൻ സെറ്റിംഗ് നടക്കുന്നത് സിറപ്പ് വില്ലേജിലാണ്. പുതുതായിട്ട് വരുന്ന മെയിൻ ക്യാരക്ടേഴ്സ് ആണ് ഉസോപ്പ്, കായ, ജാങ്കോ, ക്യാപ്റ്റൻ കൂറോ. തുടർന്ന് ബാക്കിയുള്ള കഥയുടെ കണ്ടിന്യൂഷൻ ആണ്. അതായത് നമ്മുടെ ലൂവിയും സോറോയും നാമിയും കൂടെ സിറപ്പ് വില്ലേജിൽ എത്തുന്നു. അവിടെ അവർ ഫസ്റ്റ് എൻകൗണ്ടർ ചെയ്യുന്ന ആളാണ് ഉസോപ്പ്. ഉസോപ്പ് എന്ന് പറയുന്നത് ഭയങ്കര ഒരു പ്രാങ്സ്റ്റർ ആണ്. ഫുൾ കള്ളം പറഞ്ഞ് നടക്കും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പൈററ്റ്സ് വരുന്നുണ്ട് എന്ന് പറഞ്ഞ് നാട് നീളങ്ങ് നടക്കും. പക്ഷെ പൈററ്റ്സ് ഒന്നും വരുന്നുണ്ടായിരിക്കുകയില്ല. സോ അങ്ങനെ ഇരിക്കുന്ന ടൈമിലാണ് ആ ഒരു വില്ലേജിലേക്ക് യഥാർത്ഥ പൈററ്റ്സ് ആയിട്ടുള്ള നമ്മുടെ ലൂവി സോറോയൊക്കെ വരുന്നത്. ഇത്തവണ നേരിട്ട് പൈററ്റ്സിനെ കണ്ട് ഉസോപ്പ് പേടിച്ച് വരേണ്ടിയിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ട്രിക്സ് ഒക്കെ കാണിക്കുന്നുണ്ട്. എന്നിരുന്നാലും നമ്മുടെ ലൂഫി അവരെ എൻകൗണ്ടർ ചെയ്തിട്ട് പറയുന്നുണ്ട്, നീ ഉസോപ്പല്ലേ, എനിക്ക് നിന്റെ അച്ഛനെ അറിയാം, യസോപ്പിനെ അറിയാം. അതെ, റെഡ് ഹെയർഡ് ഷാങ്സിന്റെ ക്രൂവിൽ ഉണ്ടായിരുന്ന വൺ ഓഫ് ദി ബെസ്റ്റ് മാർക്സ്മാൻ ആയിട്ടുള്ള യസോപ്പിനെ എനിക്കറിയാം. യസോപ്പ് നിന്നെ പറ്റി എന്നോട് കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം കേട്ടുകൊണ്ടിരുന്ന ഉസോപ്പ് അവൻ സ്റ്റണ്ണായിട്ട് നിൽക്കുകയാണ്. അവൻ്റെ അച്ഛനപ്പോൾ ശരിക്കും റെഡ് ഹെയർഡ് ഷാങ്സിന്റെ കൂടെ ക്രൂമേറ്റ് ആയിരുന്നു എന്നുള്ള രീതിയിൽ സ്റ്റൺ ചെയ്ത് ഇങ്ങനെ നിൽക്കുകയാണ്. അതും കൂടാതെ ഉസോപ്പിന് 3 കുഞ്ഞു പിള്ളേർ ഫോളോവേഴ്സ് ഉണ്ട്. 3 പിള്ളേർ, ഉസോപ്പിന്റെ പൈററ്റ് ഗ്യാങ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. സോ അങ്ങനെ നമ്മുടെ ഉസോപ്പും സോറോയും കൂടെ സംസാരിച്ചിരിക്കുന്ന ടൈമിൽ പെട്ടെന്ന് അവൻ അവിടെ നിന്ന് ഇറങ്ങി ഓടിയിട്ട് ഒരു മാൻഷനിലേക്ക് പോവുകയാണ്. ആ ഒരു വില്ലേജിലെ ഏറ്റവും ധനികയായ ഒരു വീട്ടിലേക്ക്. അവിടുത്തെ ഒരു കൊച്ച് അല്ലെങ്കിൽ ഒരു കുഞ്ഞ് രാജ്ഞി എന്ന് വേണമെങ്കിൽ പറയാം. അതാണ് കായ. ഈ കായ സത്യം പറഞ്ഞാൽ അവരുടെ അച്ഛനും അമ്മയും മരിച്ചതുകൊണ്ട് ഭയങ്കര സാഡ് ആൻഡ് ഡിപ്രഷനിൽ ഇരിക്കുകയാണ്. നമ്മുടെ ഉസോപ്പ് ഇങ്ങനെ തള്ളി മറിക്കുന്ന കുറേ കെട്ടുകൾ അതൊക്കെ പറഞ്ഞ് കായനെ സന്തോഷിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിരുന്നാലും അവളുടെ ബട്ട്ലറായിട്ടുള്ള ക്ലാഹഡോറിന് ഇവനെ അത്ര ഇഷ്ടമില്ല. എന്നാൽ കഥയുടെ ട്വിസ്റ്റ് നടക്കുന്ന ഈ ക്ലാഹഡോർ എന്ന് പറയുന്നത് പണ്ടത്തെ ഒരു ആൻറ്റഗോണിസ്റ്റ് ആയിരുന്ന ക്യാപ്റ്റൻ കൂറയാണ്. ഒരു രീതിയിൽ പറയുകയാണെങ്കിൽ ഒരു നൊട്ടോറിയസ് പൈററ്റ് ആയിരുന്നു. ഇവൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് കായനെ ആദ്യം ഒരു സിമ്പത്തിക് രീതിയിൽ അപ്രോച്ച് ചെയ്തിട്ട് അവളുടെ ഫുൾ ഫോർച്യൂണും പണവും എല്ലാം തട്ടിയെടുക്കാനായിരുന്നു. കാഴ്ചക്കാരിലേക്ക് ഈ ഒരു ഡിസ്റ്റ് എത്തിക്കുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ പുതിയൊരു ക്യാരക്ടർ വരും, ക്യാപ്റ്റൻ ജാങ്കോ. ഈ ജാങ്കോ എന്ന് പറയുന്ന ഒരു ഹിപ്നോട്ടിസ്റ്റ് ആണ്. അതായത് അദ്ദേഹത്തിൻ്റെ ഒരു ക്ലോക്ക് പോലത്തെ ഒരു ചെറിയ സാധനമുണ്ട്. അത് വെച്ച് 1 2 3 സ്ലീപ്പ് ചെയ്യാൻ പറഞ്ഞാൽ എല്ലാവരും സ്ലീപ്പ് ആവും, പവർ വരാൻ പറഞ്ഞാൽ പവർ ആവും. അതുപോലെ ഒരു ഹിപ്നോട്ടിസ്റ്റിക്കും ചെയ്യുന്ന ഒരാളാണ് ജാങ്കോ. ഈ ജാങ്കോ സത്യം പറഞ്ഞാൽ നമ്മുടെ കൂറോ അല്ലെങ്കിൽ ക്ലാഹഡോറിൻ്റെ ഒരു അനുയായിയാണ്. ഇവർ തമ്മിൽ രാത്രി നടക്കുന്ന ഒരു സംഭാഷണമുണ്ട്. അതെ, 3 വർഷമായി ഞാൻ കായയുടെ കൂടെയുണ്ട്. അവളുടെ ആ ഒരു ലോയൽ സെർവൻ്റ് എന്ന രീതിയിൽ ഞാൻ ഇപ്പം നടക്കുന്നു. നമ്മുടെ പ്ലാൻ അനുസരിച്ച് ഇന്ന് ബാക്കിയുള്ളവരെല്ലാം കൊന്നിട്ട് അവളുടെ ഫോർച്യൂൺ എൻ്റെ പേരിലേക്ക് ആക്കണം. എന്നാൽ ഇവരുടെ ഈ കോൺവെർസേഷൻ ഒളിഞ്ഞിരുന്ന് നമ്മുടെ ഉസോപ്പും ലൂഫിയും കൂടെ കേൾക്കുന്നുണ്ട്. ഉസോപ്പ് ഇതെല്ലാവരോടും ചെയ്ത് പറയുന്നുണ്ട്. പക്ഷെ ഉസോപ്പ് എപ്പോഴും ഇങ്ങനെ കള്ളം പറയുന്നുണ്ട്. ആരും വിശ്വസിക്കുന്നത് തന്നെ ഇല്ല. എന്തിനേറെ പറയുന്നു, ഉസോപ്പ് നേരെ ചെന്ന് കായയോടാണ് കാര്യം പറയുന്നത്. കായയും വിശ്വസിക്കുന്നില്ല, എനിക്ക് നിന്നെ കാണണ്ടെന്ന് പോലും പറയുന്നുണ്ട്. എന്നിരുന്നാലും അങ്ങനെ അങ്ങ് വിട്ടുകൊടുക്കാൻ ലൂഫിയും നമ്മുടെ ഉസോപ്പും തയ്യാറായിരുന്നില്ല. അവർ ഫൈറ്റ് ചെയ്യാൻ റെഡിയായി. അതായത് ജാങ്കോ മാത്രം ഇപ്പം വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. ഇവരുടെ പൈററ്റ് ക്രൂവ് ആ ഒരു സീഷോറിൽ എത്തിയിട്ടുണ്ട്. സോ നമ്മുടെ ഉസോപ്പും ലൂഫിയും കൂടെ ചേർന്ന് ഇവരെ എങ്ങനെ പോയാലും ഒരു രീതിയിലും എൻ്റെ വില്ലേജിൽ പറ്റിയല്ലെന്നൊക്കെ പറഞ്ഞ് ഉസോപ്പും ലൂഫിയും കൂടെ ചേരുകയാണ്. ആ ടൈമിലേക്ക് നമ്മുടെ സോറോയും അവിടെ വരുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ബ്ലാക്ക് പൈററ്റ്സും സോറോയും ജാങ്കോയും ലൂഫിയും ഉസോപ്പും ചെയ്യുന്നുള്ള ഒരു വലിയ സംഘടനം അവിടെ ആരംഭിക്കുകയാണ്. സോ അങ്ങനെ അവരുടെ ആ നൈറ്റിൽ പ്ലാൻ എത്തി. ആ ടൈം ആയപ്പോഴേക്ക് കായയുടെ ബാക്കിയുള്ള എല്ലാ അനുയായികളെയും നമ്മുടെ ക്യാപ്റ്റൻ കൂറോ കൊന്നു. എന്നാൽ അവയിൽ അവശേഷിച്ചിരിക്കുന്ന മെറി എന്ന് പറയുന്ന ആ ഒരു നല്ല ബട്ട്ലർ അവളോട് കാര്യങ്ങളെല്ലാം പറയുകയാണ്. ഇവൻ ക്ലാഹഡോർ നല്ല ആളല്ല, മറ്റേതും മറിച്ചതും എല്ലാം പറയുകയാണ്. അങ്ങനെയൊക്കെ കായയ്ക്ക് കാര്യം പിടികിട്ടുന്നുണ്ട്. അങ്ങനെ ക്യാപ്റ്റൻ കൂറോയുടെ മിക്ക പ്ലാൻസും അവിടെ പോവുകയാണ്. ക്യാപ്റ്റൻ കൂറോയ്ക്ക് ഭയങ്കര ദേഷ്യം വരുന്നു. അവൻ ഫുൾ പൊട്ടൻഷ്യലിൽ ലൂഫിനെ സോറോനെ അറ്റാക്ക് ചെയ്യാൻ പോകുന്നു. അതുവരെ അവൻ അൺലീഷ് ചെയ്യായിരുന്ന ടെക്നിക്കുണ്ട്, ഷാക്കുഷി എന്ന് പറയുന്ന ഒരു പൂച്ചയുടെ പോലെ നടന്ന് ഭയങ്കര സൈലൻ്റ് ആയിട്ട് കില്ല് ചെയ്യുന്ന ഒരു ടെക്നിക്ക്. ആ ടെക്നിക്ക് ഉപയോഗിച്ച് ബാക്കി എല്ലാവരും തന്നെ കൊന്നും വിലർത്തുന്നു.
എന്നിട്ട് സ്വന്തം പൈററ്റ് ക്രൂവിനോട് തന്നെ പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഈ ഒരു ചെറിയ കാര്യങ്ങൾ പോലും ചെയ്യാൻ പറ്റിയില്ലേ, ഞാൻ നിങ്ങളെയും കൂടെ കൊല്ലുവാൻ പോകുന്നതാണ്. ഇതും കൂടെ കേട്ടപ്പോൾ ലൂഫിക്ക് അങ്ങ് ദേഷ്യം വന്നു. നീ നിന്റെ ക്രൂവിനെ തന്നെ കൊല്ലുകയാണോ, നീ ഒരിക്കലും ഒരു ക്യാപ്റ്റൻ അല്ല എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ ക്യാപ്റ്റൻ കൂറോയും ലൂഫിയും കൂടെ ഒരു വലിയ ഫൈറ്റാണ് ഏർപ്പെടുന്നത്. ആ ഏർപ്പെടുത്തലിൽ ഒളിവിൽ ഗോബു ഗോമു നോ ബെൽ എന്ന് പറയുന്ന ഹെഡ് ബട്ട് എന്ന് പറയുന്ന ആ ഒരു ടെക്നിക്ക് ഉപയോഗിച്ചിട്ട്, ഒരു പവർഫുൾ ഗോബു ഗോബു നോ ആക്സ് ടെക്നിക്ക് ഉപയോഗിച്ചിട്ട് നമ്മുടെ ലൂഫി കൂറോനെ ഡിഫീറ്റ് ചെയ്യുകയാണ്. സോ ഒടുവിൽ കായ്ക്ക് കാര്യങ്ങളെല്ലാം പിടികിട്ടി. ക്ലാഹഡോർ ഒരു സെറ്റായിരുന്നതും കാര്യങ്ങളെല്ലാം പിടികിട്ടി. എന്നിരുന്നാലും തന്നെ സഹായിച്ച ഉസോപ്പിനും ലൂഫിക്കും അവൾ ഒരു ഗിഫ്റ്റ് കൊടുക്കുകയാണ്. ആ ഒരു ഗിഫ്റ്റാണ് ദ ബ്രാൻഡ് ന്യൂ ഷിപ്പ്. നമ്മുടെ ലൂഫിയും സോറോയും നാമിയും സത്യം പറഞ്ഞ ഒരു ചെറിയ കപ്പലിലാണല്ലോ ഇങ്ങോട്ട് വന്നത്. കപ്പലിന് പോലും വിളിക്കാനില്ല, ഒരു ബോട്ട്. സോ ഇപ്പോൾ അവർക്കൊരു സ്വന്തമായിട്ടൊരു വലിയ കപ്പൽ തന്നെ കിട്ടി. ദ ഗോയിങ് മെറി എന്ന് ആ ഒരു കപ്പലിന് പേരിടുകയും ചെയ്തു. തുടർന്ന് ലൂഫി നമ്മുടെ ഉസോപ്പിനെ അവൻ്റെ ക്രൂവിലേക്ക് വിളിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഉസോപ്പ് കായയോടും അവൻ്റെ ഒരു കുഞ്ഞു പിള്ളേരുടെ പൈററ്റ് ക്രൂവിനോടും യാത്ര പറഞ്ഞിട്ട് ലൂഫിയുടെ കൂടെ സെയിലിങ്ങിന് പോവുകയാണ്. സോ ഈ ഒരു ആർക്ക് ഇങ്ങനെയാണ് അവസാനിക്കുന്നത്. സോ മൂന്നാമത്തെ ആർക്കൂടെ കഴിയുമ്പോൾ ലൂഫിയുടെ ക്രൂമേറ്റ്സിൻ്റെ എണ്ണം കൂടി ഇപ്പോൾ 4 പേരായി. അൺഒഫീഷ്യലി നാമി ഇപ്പോഴും പൈററ്റ് അല്ല, ബട്ട് സ്റ്റിൽ നമുക്ക് നാമീനെ കൂടെ കൂട്ടാം. സോ സോറോ, ലൂഫി, നാമി ആൻഡ് നൗ ഉസോപ്പ്. വൺ പീസ് എന്ന ബ്രഹ്മാണ്ഡ ആനിമയുടെ ഈസ്റ്റ് ബ്ലൂ സാഗയിലെ 4ാമത്തെ ആർക്ക്, ദ ബറാത്തി ആർക്ക്. വൺ പീസ് അനിമെ എപ്പിസോഡുകൾ 19 മുതൽ 30 വരെയാണ് ഈ ഒരു ആർക്കിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മാങ്ക ചാപ്റ്റേഴ്സ് 42 മുതൽ 68 വരെ. കഥയുടെ മെയിൻ സെറ്റിംഗ് നടക്കുന്നത് ബറാത്തി എന്ന് പറയുന്ന ഒരു ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റിലാണ്. ബറാത്തി ആർക്കിന്റെ പുതുതായി വരുന്ന കനോൺ ക്യാരക്ടേഴ്സ് ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒന്നാമത്തെ ആൾ ഡോൺ ക്രീക്ക്. ഈസ്റ്റ് ബ്ലൂ സീസിലെ ഏറ്റവും ഫിയർഫുൾ എന്ന് കരുതപ്പെടുന്ന ഒരു പൈററ്റ് ആണ് ഡോൺ ക്രീക്ക്. രണ്ടാമത്തെ ക്യാരക്ടർ ഇദ്ദേഹത്തിന്റെ തന്നെ വലങ്കൈ എന്ന് വിശേഷിപ്പിക്കുന്ന ഗിന്നാണ്. മൂന്നാമത്തെ ക്യാരക്ടർ സാഞ്ചി, ബറാത്തി റെസ്റ്റോറൻറ്റിലെ ഒരു ഐക്കോണിക് കുക്കും മാസ്റ്റർ ഓഫ് ബ്ലാക്ക് ലെഗ് മാർഷൽ ആർട്സിന്റെ ഒരു ഉടമയാണ് സാഞ്ചി. ആൻഡ് ഫൈനലി ഒരു ചെറിയ പ്രസൻസ് കൂടെ ആ ഒരു എൻറ്റയർ ആർക്കിന്റെ വിധി തന്നെ മാറ്റി എഴുതുന്ന ഒരു ക്യാരക്ടറും കൂടിയുണ്ട്, ഡ്രാക്കുലെ മീഹോക്ക്. ദ ഗ്രേറ്റസ്റ്റ് സ്പോർട്സ്മാൻ ഇൻ ദ വേൾഡ് എന്ന് വിശേഷിപ്പിക്കുന്ന 7 വാർലോഡ്സിൽ ഒരാളായ മീഹോക്ക്. സോ കൂടുതലൊന്നും പറയുന്നില്ല, ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. സോ ചെറിയ രീതിയിൽ കഴിഞ്ഞ ആർക്കിൽ നിന്നൊരു സമ്മറി പറയുകയാണെങ്കിൽ, നമ്മുടെ സിറപ്പ് വില്ലേജിൽ നിന്ന് സെയിൽ ചെയ്യുന്ന നമ്മുടെ സ്ട്രോ ഹെഡ് പൈററ്റ്സ് ഉണ്ടല്ലോ, ലൂഫി, സോറോ, നാമി ആൻഡ് ഉസോപ്പ്, അവരവരുടെ പുതിയ ഷിപ്പായിട്ടുള്ള ഗോയിങ് മെറിയിൽ പുതുതായിട്ടൊരു ക്രൂമേറ്റ് ആയിട്ട് എടുത്തു പറയുകയാണെങ്കിൽ ഒരു കുക്കിനെ വേണമെന്നുള്ള രീതിയിൽ ഇങ്ങനെ അന്വേഷിച്ച് വന്നെത്തുന്ന സ്ഥലമാണ് ഈ ബറാത്തി റെസ്റ്റോറൻറ്റ്. ഈ റെസ്റ്റോറൻറ്റ് എന്ന് പറയുന്നത് കടലിലുള്ള ഒരു റെസ്റ്റോറൻ്റ് ആണ്, ഒരു ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റ്. പൈററ്റ്സും സെയിലേഴ്സും ഒക്കെ ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കുന്നു. സോ നമ്മുടെ ലൂഫിയും ക്രോയും കൂടെ ബറാത്തിയെ ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ സോറോയുടെ പാസ്റ്റ് കാണിക്കുന്നത്. അദ്ദേഹത്തിന്റെ കുട്ടിക്കാലവും അദ്ദേഹം ഷിമോട്സുക്കി വില്ലേജിൽ ബെസ്റ്റ് സ്പോർട്സ്മാൻ ആകുവാൻ വേണ്ടി ഒരു ഡോജോയിൽ ട്രെയിൻ ചെയ്യുന്നതുമായിട്ടുള്ള ഒരു കുട്ടിക്കാലം. അദ്ദേഹം ചേരുന്ന ഡോജോയിലെ ഡോജോ മാസ്റ്ററിന്റെ മകളാണ് കുയിന. കുയിനയാണ് സോറോയുടെ കുട്ടിക്കാലത്തെ ഏറ്റവും വലിയ റൈവല്. സോ സോറോ അവൾക്ക് വാക്ക് കൊടുക്കുന്നുണ്ട്, ഞാൻ ഒരിക്കലും ഗ്രേറ്റസ്റ്റ് സ്പോർട്സ്മാൻ ആകും, നിന്നേക്കാളും മികച്ച ഒരു സ്പോർട്സ്മാൻ ആകുമെന്ന്. കുയിന ഒരു പെൺകുട്ടിയാണ് കേട്ടോ. കുട്ടിക്കാലത്ത് ആ ഒരു വാക്ക് കൊടുത്തതിന് പിറ്റേ ദിവസം തന്നെ നമ്മുടെ കുയിന മരിച്ചു പോകുന്നുണ്ട്. എന്നിരുന്നാലും ഏറ്റവും ബെസ്റ്റ് സ്പോർട്സ്മാൻ ആകുമെന്നുള്ള ആ ഒരു സോറോയുടെ വാക്കിന് ഇപ്പോൾ കുയിനയുടെ ജീവന്റെ വിലയുണ്ട്. സോ എന്തുകൊണ്ടും സോറോ ഏറ്റവും നല്ല സ്പോർട്സ്മാൻ ആകുമെന്ന് ഉറപ്പിക്കാം. സോ ഈ ഒരു ഫ്ലാഷ് ബാക്ക് സ്റ്റോറിയിൽ നിന്ന് നേരിട്ട് കഥയിലേക്കാണ് പോകുന്നത്. അതായത് നമ്മുടെ സ്ട്രോ ഹാറ്റ്സ് ഇപ്പോൾ ബറാത്തിയിൽ എത്തിച്ചേരുന്നു. ബറാത്തി എന്ന് പറയുന്ന റെസ്റ്റോറന്റ് ആകട്ടെ ഇപ്പോൾ ഓൺ ചെയ്യുന്നത് ഓൾഡ് ഷെഫ് സെഫ് എന്ന് പറയുന്ന ഒരാളാണ്. ഇദ്ദേഹമാണെങ്കിൽ പണ്ടത്തെ ഒരു ഫോർമർ പൈററ്റ് ആയിരുന്നു. അന്ന് അദ്ദേഹം അറിയപ്പെടുന്നത് റെഡ് ലെഗ് സെഫ് എന്നാണ്. സോ നമ്മുടെ ലൂഫിയും ക്രൂവും അവിടെ എത്തുമ്പോൾ തന്നെ കുറച്ച് നാശനഷ്ടമൊക്കെ ബറാത്തി റെസ്റ്റോറൻറ്റിൽ സംഭവിക്കുന്നുണ്ട്. സോ അതിന് ഒരു പ്രത്യുപകാരം എന്ന രീതിയിൽ കുറച്ച് ജോലിയൊക്കെ നമ്മുടെ ലൂഫിനെ കൊണ്ട് സെഫ് ചെയ്യിപ്പിക്കുന്നുണ്ട്. ഇവിടെ വെച്ചാണ് അടുത്ത ഒരാളെ കാണുന്നത്, സാഞ്ചി. സാഞ്ചി എന്ന് പറയുന്ന ആ ഒരു റെസ്റ്റോറൻറ്റിലെ കുക്കാണ്. എടുത്തു പറയത്തക്ക വിശേഷതകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവനൊരു ഫ്ലേർട്ടാണ്, ഒരു അഡാർ കോഴിയാണ്. അതേപോലെ തന്നെ ഇവന് ലെഗ്സ് മാത്രം ഉപയോഗിച്ചുകൊണ്ട് ഫൈറ്റ് ചെയ്യാനുള്ള ഒരു പ്രത്യേക കഴിവുമുണ്ട്. പിന്നെ അവൻ്റെ ഏറ്റവും വലിയ ഡ്രീം ആയിട്ടുള്ള ഓൾ ബ്ലൂ. ഈ ഓൾ ബ്ലൂ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു കടലിൻ്റെ ഒരു ഭാഗമാണ്. ഇവിടെ എല്ലാ തരം മീനുകളെയും കിട്ടും. ഒരു കുക്കിന് ഡ്രീം ചെയ്യാൻ പറ്റുന്നതിൻ്റെ ഏറ്റവും ഉച്ചസ്ഥാനയിലുള്ള ഒരു ഡ്രീമാണ് ഈ ഓൾ ബ്ലൂ. ഈ ഒരു ടൈമിലേക്ക് അവിടെ എത്തുന്ന ഒരു പൈററ്റാണ് ഗിൻ. ഈ ഗിന്നാവട്ടെ തളർന്ന അവശനായിട്ടാണ് ആ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് എത്തുന്നത്. അദ്ദേഹത്തിന് പൈസയൊന്നുമില്ല. ഇവനെ കണ്ട മാത്രയിൽ ബാക്കി എല്ലാവരും ഇവനെ അടിക്കാൻ പോയപ്പോൾ നമ്മുടെ സാഞ്ചി മാത്രം ഇവന് ഫുഡ് കൊടുത്തു. സോ അപ്പോൾ തന്നെ ഗിന്നിന് സാഞ്ചിയോട് ഒരു പ്രത്യേക അനുകമ്പ തോന്നി. എന്നിട്ട് സാഞ്ചിയോട് പറയുന്നുണ്ട്, എൻ്റെ മാസ്റ്റർ ഇതറിഞ്ഞാൽ ഇവിടെ ഈ ഒരു റെസ്റ്റോറൻറ്റ് പോലും ഉണ്ടായിരിക്കില്ലെന്ന്. അവിടെ വെച്ചാണ് അവൻ്റെ മാസ്റ്ററിൻ്റെ പേര് പറയുന്നത്, ഡോൺ ക്രീഗ്. ഈ ഡോൺ ക്രീഗ് എന്ന് പറയുന്നത് ഈസ്റ്റ് ബ്ലൂവിലെ ഏറ്റവും ഫിയർഫുൾ ആയിട്ടുള്ള ഒരു പൈററ്റ് ആണ്. അങ്ങനെ ഗിൻ അവിടുന്ന് നമ്മുടെ പൈററ്റിൻ്റെ അടുത്തോട്ട് പോയിട്ട് ഡോൺ ക്രീഗിനെ കൂട്ടിക്കൊണ്ട് ബറാത്തി റെസ്റ്റോറൻറ്റിലേക്ക് വരികയാണ്.
നമ്മുടെ ഡോൺ ക്രെയ്ഗും ഈ ഒരു ടൈമിൽ അവശനായിട്ടാണ് ഇരിക്കുന്നത്. എന്നിട്ടും നമ്മുടെ സാഞ്ചി ഇവന് കൊണ്ട് ഫുഡ് കൊടുക്കുകയാണ്. ബാക്കി എല്ലാവരും എതിർത്തു, ഇവന് കൊടുക്കണ്ട, ഇവൻ ചതിക്കും എന്ന് പറഞ്ഞിട്ടും സാഞ്ചി ഇവന് ഫുഡ് കൊടുക്കുന്നു. ഫുഡ് കിട്ടിയ മാത്രയിൽ തന്നെ നമ്മുടെ ഡോൺ ക്രെയ്ഗ് തനി സ്വരൂപം പുറത്തെടുത്തു. ബാക്കി എല്ലാവരെയും അടിച്ചൊതുക്കിയിട്ട് ഈ ഒരു കപ്പൽ ബറാത്തി റെസ്റ്റോറൻറ്റ് എനിക്ക് വേണമെന്നുള്ള ഒരു രീതിയിൽ ആക്കിയെടുത്തു. അപ്പോഴേക്കാണ് അവിടെ ആ ഓണറായിട്ടുള്ള സെഫ് വരുന്നത്. ഈ ഒരു ടൈമിലാണ് സെഫ് സാധാരണ ഒരു ഷെഫ് അല്ലെങ്കിൽ ഒരു കുക്കല്ല, മറിച്ച് ഇദ്ദേഹം റെഡ് ലെഗ്ഡ് സെഫാണ്, ഒരു ഫോർമർ പൈററ്റ്. അവിടുന്ന് സെഫിന്റെ പാസ്റ്റിലേക്കാണ് പോകുന്നത്. സെഫ് ഒരു ഫേമസ് പൈററ്റ് ആയിരുന്നുവെന്നും അദ്ദേഹത്തിന്റെ ഡെഡ്ലി കിക്സിനെ എല്ലാവരും ഭയപ്പെട്ടിരുന്നുവെന്നും അങ്ങനെയിരിക്കെ അദ്ദേഹം ആക്രമിച്ച ഒരു ഷിപ്പിലെ ഒരാളായിരുന്നു നമ്മുടെ സാഞ്ചി. എന്നിരുന്നാലും ആ ഒരു ബാറ്റിലിനൊടുവിൽ സെഫും സാഞ്ചിയും മാത്രമേ അതിജീവിക്കുന്നുള്ളൂ. ആ ഒരു ഐലൻഡിൽ സെഫിന്റെ ഫുഡും കൂടെ സാഞ്ചിക്ക് നമ്മുടെ സെഫ് കൊടുക്കുന്നുണ്ട്. ഇതിൽ നിന്ന് സെഫ് നല്ലൊരു മനുഷ്യനാണെന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഇവിടെ നിന്നാണ് സാഞ്ചിക്ക് ആ ഒരു മോട്ടോ കിട്ടുന്നത്, നെവർ ലെറ്റ് എനിവൺ സ്റ്റാർവ് നോ മാറ്റർ ഹൂ ദേ ആർ. സെഫിൽ നിന്ന് സാഞ്ചി ഈ ഒരു മോട്ടോയും എടുക്കുന്നുണ്ട്. സോ ഈ ഒരു ടൈമിലാവട്ടെ നമ്മുടെ ക്രീഗിന്റെ ബാക്കിയുള്ള ആൾക്കാരെല്ലാം കൂടെ ഫുഡ് കഴിച്ചിട്ട് ബറാത്തി റെസ്റ്റോറൻറ്റ് അറ്റാക്ക് ചെയ്യാൻ വരികയാണ്. അവിടേക്ക് അപ്പോഴേക്ക് ഒരു ചെറിയ കപ്പൽ വരുന്നു. ആ ഒരു കപ്പലിൽ ആരാന്ന് നോക്കിയപ്പോൾ ദ വേൾഡ്സ് ഗ്രേറ്റസ്റ്റ് സ്പോർട്സ്മാൻ ഡ്രാക്കുലെ മീഹോക്ക്. ഡോൺ ക്രീഗിന്റെ എൻറ്റയർ ആയിട്ടുള്ള അർമാഡ എന്ന് പറയുന്ന ആ ഒരു വലിയ സംഘം ഉൾപ്പെടെ ബാക്കിയുള്ള എല്ലാവരെയും തോൽപ്പിച്ച് അതൊരു സിംഗിൾ ഹാൻഡിലി തോൽപ്പിച്ച ഒരു 1.5 മുതലാണ് മീഹോക്ക്. അതായത് ഇതുവരെ വൺ പീസ് ആർക്കുകൾ ഇറങ്ങിയിട്ടുള്ളതിലെ ഏറ്റവും ഡെഡ്ലിയസ്റ്റ് ആയിട്ടുള്ള ആണെന്ന് നിസ്സംശയം പറയാം. നമ്മുടെ മീഹോക്ക് വന്ന പാടെ തന്നെ ക്രീഗിന്റെ ആ ഒരു ഷിപ്പ് അങ്ങ് തകർത്തു. അപ്പോഴേക്ക് സോറോയ്ക്ക് ഇയാളെ തിരിച്ചറിയാൻ പറ്റി. സോറോയുടെ ഏറ്റവും വലിയ ഡ്രീം ഇദ്ദേഹത്തിന്റെ പൊസിഷനാണല്ലോ. സോറോ എന്നിട്ട് ചലഞ്ച് ചെയ്യുകയാണ്. നമ്മുടെ സോറോനെ കണ്ട മാത്രയിൽ ഇവന്റെ ഒരു ഡിറ്റർമിനേഷനും എല്ലാം കണ്ടിട്ട് മീഹോക്ക് ചലഞ്ച് അക്സെപ്റ്റ് ചെയ്യുന്നു. മീഹോക്ക് ആവട്ടെ ഒരു കുഞ്ഞ് കൊന്തയുടെ വലിപ്പമുള്ള ഒരു കുരിശിന്റെ രീതിയിലുള്ള ഒരു വാളെടുത്തിട്ടാണ് ഫൈറ്റ് ചെയ്യുന്നത്. ഇവിടെ സത്യം പറഞ്ഞാൽ സോറോനെ പുച്ഛിക്കുകയാണ്, എനിക്ക് ഇത്രയൊക്കെ നീ ഉള്ളൂ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. എന്നിരുന്നാലും അവരൊരു ഡെഡ്ലി ഡ്യൂവൽ തന്നെ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മീഹോക്കിന്റെ 3-1 പോലും നമ്മുടെ സോറോ എടുത്തിട്ടില്ല. ബട്ട് സ്റ്റിൽ സോറോയുടെ ആ ഒരു മൂവും ആ ഒരു വൈരാഗ്യവും അദ്ദേഹത്തിന്റെ ഡിറ്റർമിനേഷനും എല്ലാം കണ്ടിട്ട് മീഹോക്ക് ഇവനെ കൊല്ലാതെ വിടുകയാണ്. നീ എന്നെക്കാളും സ്ട്രോങ് ആവുന്ന നാൾ ഒന്നുകൂടി ഞാൻ നിനക്ക് ചലഞ്ചിന് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് മീഹോക്ക് സോറോനെ വെറുതെ വിടുകയാണ്. ഇത് നിസ്സംശയം പറയാം വൺ പീസിലെ വൺ ഓഫ് ദി മോസ്റ്റ് ഐക്കോണിക് മൊമെന്റ്സ് തന്നെയാണ്. മീഹോക്കുമായിട്ട് ഫൈറ്റിന് ശേഷം സോറോ ഏറെക്കുറെ 90% ഡെറ്റായെന്ന് തന്നെ പറയാം. സോ ഈ ഒരു ടൈമിലേക്ക് ലൂഫി സ്റ്റെപ്പ് ഇൻ ചെയ്യുകയാണ്. ലൂഫിയോട് പറയുന്നുണ്ട്, മീഹോക്ക് ഞാൻ നീയുമായിട്ട് ഫൈറ്റ് ചെയ്യാനൊന്നുമല്ല വന്നത്, അവൻ നല്ല ഉശിരുള്ള ആൺകുട്ടിയായിരുന്നു, ഞാൻ അവനോട് ഫൈറ്റ് ചെയ്യുന്നു, ഇപ്പോൾ ഞാൻ ഏതായാലും തിരികെ പോകുന്നു പറയുന്നു. സോ ലൂഫി ആകട്ടെ ഡോൺ ക്രീഗിന്റെ ആ ഒരു സംഘത്തോട് പിന്നെ യുദ്ധം തുടരുകയാണ്. സോ ഇവർ തമ്മിൽ ഫൈറ്റ് ചെയ്യാനിരിക്കെ നമ്മുടെ ഡോൺ ക്രീഗിന്റെ വെറും ഒരു വലത്തെ കൈ മാത്രമല്ലായിരുന്നു, ഗിൻ എന്ന് പറയുന്നത് വൺ ഓഫ് ദി സ്ട്രോങ്ങസ്റ്റ് പൈറേറ്റ് തന്നെയായിരുന്നു. ക്രീഗിനോട് ഗിന്ന് പറയുന്നുണ്ട് സാഞ്ചിയെ ഞാൻ തന്നെ കൊന്നേക്കാമെന്ന്. സാഞ്ചിയെ കൊല്ലാൻ ഒരുമ്പിട്ടപ്പോഴേക്കും നമ്മുടെ ഗിന്നിന് അവന്റെ മനസാക്ഷി സമ്മതിച്ചില്ല. കാരണം എന്തൊക്കെയാണെങ്കിലും ഫുഡ് തന്ന ആളല്ലേ. സോ നമ്മുടെ സാഞ്ചിനെ കൊല്ലാൻ പറ്റത്തില്ലെന്ന് ഗിന്ന് ക്രീഗിനോട് പറയുകയാണ്. ഇതേ തുടർന്ന് ക്രീഗിന് ദേഷ്യം വരികയും ക്രീഗ് സ്വന്തം ആയിട്ടുള്ള ക്രൂവിനോട് പോലും യുദ്ധം ചെയ്യുകയാണ്. ഈ ഒരു ടൈമിൽ ലൂഫി വേഴ്സസ് ഡോൺ ക്രീഗ് എന്ന് പറയുന്ന ഐക്കോണിക് ഫൈറ്റ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ലൂഫി അവന്റെ ഇതുവരെയുള്ള ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് അറ്റാക്ക് ആയിട്ടുള്ള ഗോമു ഗോബു നോ ബസൂക്ക എന്ന് പറയുന്ന ആ ഒരു അറ്റാക്ക് ഉപയോഗിച്ച് ക്രീഗിനെ പറത്തി അങ്ങ് വിടുകയാണ്. സോ ഈ ഒരു ഫൈറ്റ് അവിടെ വെച്ച് തീർന്നു. അവിടെ നിന്ന് നമ്മുടെ ഗിന്ന് ലൂഫിയോട് പറയുന്നുണ്ട് എന്തെങ്കിലുമൊക്കെ കാണാമെന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ള ആൾക്കാരെയും കൂട്ടി ഗിന്ന് വേറെ സ്ഥലത്തോട് സെയിൽ ചെയ്യുകയാണ്. ഈ ഒരു ടൈമിൽ ലൂഫി ചോദിക്കുന്നുണ്ട്, എൻ്റെ ഒരു ക്രൂവിൽ കുക്കിന് ആവശ്യമുണ്ട്, സാഞ്ചി നിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു, നീ എൻ്റെ കൂടെ പോരുന്നു എന്ന്. ആദ്യം റിഫ്യൂസ് ചെയ്തെങ്കിലും തൻ്റെ ഡ്രീംസിനെ പിന്തുടരണമെന്ന സെഫ് പറഞ്ഞ എല്ലാം ഓർത്തിട്ട് കൺക്ലൂഡിംഗ്ലി നമ്മുടെ സാഞ്ചി നമ്മുടെ ലൂഫിയുടെ ഒപ്പം ടീമിൽ ചേരുകയാണ്. ബാക്കിയുള്ള എല്ലാ ഷെഫിനോടും ഐ വിൽ ഫൈൻഡ് ദ ഓൾഡ് ബ്ലൂ സംഡേ എന്ന് പറയുന്ന ഒരു ഡയലോഗോട് കൂടിയാണ് സാഞ്ചി അവരോട് വിട വാങ്ങുന്നത്. ഈ ഒരു ടൈമിൽ സെഫിനോട് ചെയ്ത തന്നെ എല്ലാ കാര്യത്തിനും നന്ദി നമ്മുടെ സാഞ്ചി പറയുന്നുണ്ട്. ഇതോടുകൂടി ബറാത്തി ആർക്ക് അവസാനിച്ചിരിക്കുകയാണ്. അടുത്ത ആർക്കെന്ന് പറയുന്നത് അർലോങ് പാർക്ക് ആർക്കാണ്, എപ്പിസോഡ് 31 മുതൽ 44 വരെ. സോ ഇതിൻ്റെ ഇടയ്ക്ക് പറയാൻ വിട്ട ഒരു കാര്യം, നമ്മുടെ നാമി ഉണ്ടല്ലോ, നാമി ഇതെല്ലാം നടക്കുന്ന സമയത്ത് ഗോയിങ് മെറി എന്ന് പറയുന്ന അവരുടെ ഷിപ്പ് എടുത്തുകൊണ്ട് വേറൊരു സ്ഥലത്തേക്ക് ഒറ്റയ്ക്ക് പോവുകയാണ്. വൺ പീസ് എന്ന ബ്രഹ്മാണ്ഡ സീരീസിലെ ഈസ്റ്റ് ബ്ലൂ സാഗയിലെ 5ാമത്തെ ആർക്കാണ് അർലോങ് പാർക്ക് ആർക്ക്. അനിമെ എപ്പിസോഡുകൾ 31 മുതൽ 44 വരെയാണ് ഈ ഒരു ആർക്കിലുള്ളത്. മാങ്ക ചാപ്റ്റേഴ്സ് 69 മുതൽ 95 വരെ. ഈ ഒരു കഥ മെയിൻലി സെറ്റ് ചെയ്തിരിക്കുന്നത് കോക്കോയാഷി വില്ലേജ് എന്ന് പറയുന്ന നാമിയുടെ ഹോം ടൗണിലാണ്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ വീഡിയോ. ഈ ഒരു ആർക്കിൽ പുതുതായി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ക്യാരക്ടേഴ്സിൽ മെയിൻ ആൾക്കാർ ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് അർലോങ്. അർലോങ് എന്ന് പറയുന്നത് ക്യാപ്റ്റൻ ഓഫ് അർലോങ് പൈററ്റ്സ് ആണ്. ഇദ്ദേഹം ഒരു ഫിഷ്മാൻ ആണ്, ഒരു സോ ഷാർക്ക് എന്ന് വേണമെങ്കിൽ പറയാം. രണ്ടാമത്തെ ആൾ ഹച്ചാൻ അല്ലെങ്കിൽ ഹാച്ചി എന്ന് വിളിക്കും, ഒരു ഒക്ടോപ്പസ് ഫിഷ്മാൻ ആണ്. ഇദ്ദേഹം ഒരു ഒന്നാന്തരം സ്പോർട്സ്മാൻ കൂടിയാണ്. മൂന്നാമത്തെ ആൾ ച്യൂ, ഇദ്ദേഹത്തിനെ മാൻഡ ഫിഷ്മാൻ എന്നും മാർക്സ്മാൻ എന്നും വിളിക്കുന്നു. നാലാമത്തെ ആൾ കുറോബി, അതായത് ഒരു റേ ഫിഷ്മാൻ ആണ്, ഒരു മാർഷൽ ആർട്ടിസ്റ്റ് എക്സ്പേർട്ട് കൂടിയാണ് ഇദ്ദേഹം.
ആർക്കിനെ പറ്റി ഒരു ക്വിക്ക് ഓവർവ്യൂ പാസ്റ്റിൽ നിന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ബറാട്ട ആർക്ക് കഴിഞ്ഞാണല്ലോ ഈ ആർക്ക്. സോ ബറാട്ടയിൽ അത്ര വലിയ സംഭവ വികാസങ്ങളൊക്കെ നടക്കുമ്പോൾ നമ്മുടെ സ്ട്രോ ഹാറ്റ്സിനെയൊക്കെ ഉപേക്ഷിച്ച് നാമി ആ ബോട്ട് എടുത്തുകൊണ്ട് പോകുന്നത് ഈ ഒരു അർലോങ് ഐലൻഡിലേക്കാണ്. നാമിയുടെ പാസ്റ്റ് വിളിച്ച് കാണിക്കുന്ന ഒരു 1.5 ആർക്ക് തന്നെയാണ് ഇത്. അവളുടെ കുട്ടിക്കാലമ്പത്തുണ്ടായിരുന്ന കോക്കോയാഷി വില്ലേജും അവൾ എന്തിനാണ് സത്യം പറഞ്ഞാൽ നമ്മുടെ ആ ക്രൂവിനെ തന്നെ ബിട്രേ ചെയ്ത് അർലോങ്ങിന്റെ അടുത്തേക്ക് പോയത്. സത്യം പറഞ്ഞാൽ ഇവള് ഒരു അർലോങ്ങിന്റെ സ്പൈ ആയിരുന്നു. എന്നാലും അതിൻ്റെ ഇടയ്ക്കും ഒരു ട്വിസ്റ്റ് ഉണ്ട്. അതാണ് നമ്മൾ ഇനി പറയുവാൻ പോകുന്നത്. അതായത് ബറാട്ടിയിലെ ഇൻസിഡൻസ് എല്ലാം കഴിഞ്ഞ് നമ്മുടെ സോറോയും ലൂഫിയും സാഞ്ചിയും ഉസോപ്പും കൂടെ നമ്മുടെ മിസ്റ്റീരിയസ് ഐലൻഡിലേക്ക് ആകെ അവർക്ക് അറിയാൻ പറ്റുന്ന അവിടെ അർലോങ് എന്ന് പറയുന്ന ഒരു ഡേഞ്ചറസ് ഫിഷ്മാൻ ഉണ്ടെന്ന് മാത്രമാണ് നാമി അങ്ങോട്ടാണ് പോയേക്കെന്നും അറിയാം. സോ അങ്ങനെ അവരിങ്ങനെ പോവുകയാണ്. സോ അങ്ങനെ നമ്മുടെ കൂട്ടുകാർ അവിടെ എത്തുകയാണ്. അവിടെ ചെല്ലുമ്പോഴാണ് നമ്മുടെ അർലോങ്ങിനെ പരിചയപ്പെടുത്തുന്നത്. ഒരു ഷാർക്ക് ലൈക്ക് ഫിഷ്മാൻ ആണ്. അദ്ദേഹത്തിൻ്റെ ഐഡിയോളജി എന്ന് പറഞ്ഞാൽ ഹ്യൂമൻസിനേക്കാളും ഫാർ സുപ്പീരിയർ ആണ് ഈ ഫിഷ്മാൻ ആൾക്കാരും. അവർ ഉറപ്പായിട്ടും ഈ ഒരു ഐലൻഡ് ജീവിച്ച് പോകണമെങ്കിൽ തങ്ങൾക്ക് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടേയിരിക്കണം. എന്നിരുന്നാലും നമ്മുടെ നാമി ഈ അർലോങ്ങിൻ്റെ ഒരു സൈഡിലുള്ള ആളാണ്. അവളുടെ കയ്യിലെ ടാറ്റു അതാണ് സൂചിപ്പിക്കുന്നത്. ഇതിൻ്റെ പാസ്റ്റ് ആദ്യത്തെ എപ്പിസോഡിലൊന്നും പറയുന്നില്ല. സോ ഫൈനലി നമ്മുടെ സോറോ ലൂഫി സാഞ്ചിയും കൂടെ അവിടെ എത്തുന്നു. പിന്നെ അങ്ങോട്ട് കയോസ് ആണ് നടക്കുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ സോറോ അവിടെ വരികയും സോറോനെ അർലോങ്ങിൻ്റെ പൈററ്റ് പിടികൂടുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ അർലോങ്ങിനോടുള്ള ഒരു ലോയൽറ്റി കാണിക്കാൻ വേണ്ടി സോറോനെ അടിച്ചിടുന്നുണ്ട് നമ്മുടെ നാമി. ബട്ട് ഈവൻ ദോ അവനെ കില്ല് ചെയ്യുന്നില്ല. ഇതേ സമയത്ത് നമ്മുടെ ലൂഫി ആകട്ടെ അർലോങ്ങിൻ്റെ സീ ബീസ്റ്റ് ആയിട്ടുള്ള മോമോ എന്ന് വിളിക്കുന്ന ജൈൻ്റ് ആയിട്ടുള്ള ക്രീച്ചറിനെ അടിച്ചിടുകയാണ്. ഇതിലൂടെ തന്നെ നമ്മുടെ ലൂഫിയുടെ പവർ എത്രമാത്രം ആയെന്ന് നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ. എന്നിരുന്നാലും അതിനെയൊക്കെ ഡിഫീറ്റ് ചെയ്ത് നമ്മുടെ അർലോങ്ങിന്റെ ഫ്രണ്ടിൽ ലൂഫി എത്തിയിട്ട് പറയുകയാണ്, ഞാനാണ് ഇനി കിങ് ഓഫ് പൈററ്റ്സ് ആകാൻ പോകുന്നതെന്ന്. അപ്പോൾ അർലോങ് ഇതിനെയൊക്കെ പുച്ഛിച്ച് തള്ളിയിട്ട് എന്നെ മര്യാദയ്ക്ക് റെസ്പെക്ട് ചെയ്തോ ഇല്ലേ നീ ഒന്നും ഇവിടുന്ന് ജീവനോടെ പോകത്തില്ലെന്ന് പറയും. സോ ഈ ഒരു സംഭവ വികാസങ്ങളുടെ ഇടയ്ക്ക് കോക്കോയാഷി വില്ലേജിൽ എത്തുമ്പോൾ ലൂഫിയും ക്രൂവും ആദ്യം എത്തുന്നത് നൊജിക്കോ എന്ന് പറയുന്ന നാമിയുടെ ഓൾഡർ അഡോപ്റ്റീവ് സിസ്റ്ററിൻ്റെ അടുത്താണ്. സോ നോജിക്കോ ഇപ്പോൾ കഴിഞ്ഞ ഹിസ്റ്ററിയും പാസ്റ്റും ഐലൻഡിൽ എങ്ങനെയാണ് അർലോങ് പിടിച്ചതെന്നുള്ള കാര്യങ്ങളെല്ലാം ലൂഫിയോടും ക്രൂവിനോടും പറയുന്നു. ഇവിടെ വെച്ചാണ് നമ്മുടെ നാമിയുടെ ട്രാജിക് പാസ്റ്റ് നമ്മളെല്ലാവരും അറിയുന്നത്. അതായത് ഇവരെല്ലാം അഡോപ്റ്റീവ് സിസ്റ്റേഴ്സാണ്, നോജിക്കോയും നാമിയും. ഇവരെ എടുത്തു വളർത്തിയ ആ ഒരു അമ്മയുടെ പേരാണ് ബെല്ലമേർ. ഈ ബെല്ലമേർ അർലോങ് വന്നിരിക്കുന്ന ടൈമിൽ ഇവർക്ക് ടാക്സ് കൊടുക്കാനുള്ള പൈസ ഇല്ലെന്ന് പറഞ്ഞ് അർലോങ് കൊല്ലുകയാണ് ഉണ്ടായത്. എന്നിരുന്നാലും പൈസയാണ് എല്ലാത്തിനും മെയിൻ മുഖ്യമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ നാമി ആണെങ്കിൽ അർലോങ്ങിൻ്റെ കൂടെ ഒരു ഉടമ്പടിക്ക് തയ്യാറാകുകയാണ്. 100 മില്യൺ ബെറീസ് ഉണ്ടെങ്കിൽ അവരുടെ വില്ലേജ് വിട്ടുകൊടുക്കാമെന്ന് അർലോങ് നാമിക്ക് വാക്ക് കൊടുക്കുകയാണ്. ഇത് എക്സ്ചേഞ്ച് ആയിട്ട് നാമി ഒരു നല്ല നാവിഗേറ്റർ ആണല്ലോ. അത്യാവശ്യം ബാക്കിയുള്ള ജോലിയെല്ലാം നാമിനെ കൊണ്ട് നമ്മുടെ അർലോങ് ചെയ്യിപ്പിക്കുന്നുമുണ്ട്. സോ ഇതിൽ നിന്ന് ഈ ഒരു 5 ആർക്ക് വരെ എന്തിനാണ് ഈ നാമി ബാക്കിയുള്ള പൈററ്റ്സിൻ്റെ അടുത്ത് നിന്ന് കട്ടെടുക്കുന്നതെന്ന് മനസ്സിലായല്ലോ. 100 മില്യൺ ബെറീസ് ഉണ്ടാക്കാൻ വേണ്ടിയായിരുന്നു. എങ്കിൽ മാത്രമേ തൻ്റെ വില്ലേജിന് ഫ്രീഡം ലഭിക്കുകയുള്ളൂ. ബട്ട് ഇവഞ്ച്വലി നമ്മുടെ നാമി 100 മില്യൺ ബെറീസും കണ്ടുപിടിച്ച് കൊടുത്തിട്ട് പോലും നമ്മുടെ അർലോങ് ആണെങ്കിൽ കറപ്റ്റഡ് ആയിട്ടുള്ള ഒരു മറൈൻ ഓഫീസർ നെസൂമിനെ വിളിപ്പിച്ച് അവളുടെ വീടങ്ങ് റെയ്ഡ് ചെയ്യിപ്പിക്കുകയാണ്. ഇപ്പോൾ ബാക്ക് ടു അവളുടെ ഇപ്പോൾ ഒരു ബെറീസ് പോലും ഇല്ലല്ലോ. സോ അവൻ്റെ വാക്ക് തെറ്റിച്ചെന്ന് നാമിക്ക് മനസ്സിലാകുകയാണ്. ഈ ഒരു ടൈമിൽ നിസ്സഹായം നിൽക്കുന്ന നാമി ലൂഫിയോട് പറയുന്നുണ്ട് ഹെൽപ്പ് മീന്ന്. ഇവിടെയാണ് ഈ ഒരു ഐക്കോണിക് വാക്ക് ഉണ്ടാകുന്നത്. യെസ്, നീ എൻ്റെ ഫ്രണ്ടാണ്, ഉറപ്പായിട്ട് ഞാൻ ഹെൽപ്പ് ചെയ്യുമെന്ന് പറഞ്ഞ ലൂഫി, സോറോ, ഉസോപ്പ്, നമ്മുടെ സ്വന്തം സാഞ്ചിയും കൂടെ ഒരു ഐക്കോണിക് വാക്ക് ഉണ്ട്. എൻ്റെ മോനെ രോമാഞ്ചം. തുടർന്ന് അർലോങ്ങിൻ്റെ ക്രൂവും നമ്മുടെ ലൂഫിയുടെ ക്രൂവും തമ്മിൽ നല്ലൊരു ബാറ്റിലാണ് നടക്കുന്നത്. മെയിനായിട്ട് നമ്മുടെ സാഞ്ചിയും കുറോബിയും സോറോയും ഹജാനും ഉസോപ്പും ച്യൂവും തമ്മിലും. ആൻഡ് അവസാനം നമ്മുടെ മങ്കി ടി ലൂഫിയും അർലോങ്ങും തമ്മിലൊരു അന്യായ ഫൈറ്റ്. ആൻഡ് ഒടുക്കം നമ്മുടെ അർലോങ്ങിനെ നമ്മുടെ ലൂഫി ഡിഫീറ്റ് ചെയ്യുകയാണ്. അങ്ങനെ കോക്കോയാഷി വില്ലേജ് ഇപ്പോൾ ഫൈനലി ഫ്രീ ആണ്. തുടർന്നാണ് നമ്മുടെ നാമി ഒഫീഷ്യലി പൈററ്റ് ക്രൂവിൽ ജോയിൻ ചെയ്തെന്ന് തന്നെ പറയാം. ലൂഫി പറയുന്ന ഒരു കാര്യമുണ്ട്, ഓഫ് കോഴ്സ് യു ആർ അവർ നാവിഗേറ്റർ എന്ന്. ഈ ഒരു ആർക്ക് സത്യം പറഞ്ഞാൽ ലെജൻഡറി ആണ്. വൺ ഓഫ് ദി ഫസ്റ്റ് ട്രൂ ഇമോഷണൽ മാസ്റ്റർ പീസ് ഓഫ് വൺ പീസ് തന്നെയാണ് ഈ ഒരു ആർക്ക്. എപ്പിസോഡ് 44 മുതൽ ഈ ഒരു ആർക്ക് സമാപിച്ചിരിക്കുകയാണ്. അടുത്തത് ലോക്ക്ഡൗൺ ആർക്കാണ്. എപ്പിസോഡ് 45 മുതൽ 53 വരെയുള്ളത്. സോ എന്നിരുന്നാലും അർലോങ് പാർക്ക് എന്ന് പറയുന്ന ആ ഒരു അർലോങ് ഐലൻഡിൽ നിന്ന്, അതായത് കോക്കോയാഷി ഐലൻഡിൽ നിന്ന് ഇവരെല്ലാവരും കൂടെ സെയിൽ ചെയ്യുകയാണ് ഗ്രാൻഡ് ലൈനിലേക്ക്. തുടർന്ന് എപ്പിസോഡ് 45 മുതൽ 53 വരെയുള്ളത് ലോക്ക്ഡൗൺ ആർക്കാണ്. അതായത് നമ്മുടെ ഗോൾഡി റോജർ എന്ന് പറയുന്ന അന്യായ പൈററ്റ് കിങ്ങിൻ്റെ സ്ഥലത്തേക്കാണ് ഇവർ അടുത്തതായിട്ട് പോകുന്നത്. വൺ പീസ് എന്ന് പറയുന്ന അനിമയുടെ ഫസ്റ്റ് ഈസ്റ്റ് ബ്ലൂ സാഗയുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആർക്ക്. അതെ, ഇത് കഴിഞ്ഞു വരുന്നത് ഒരു ഫില്ലർ ആർക്ക് ആയതുകൊണ്ട് അത് ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. ഏതായാലും അർലോങ് പാർക്ക് ആർക്ക് കഴിഞ്ഞിട്ടുള്ള ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആർക്ക് ഓഫ് ഈസ്റ്റ് ബ്ലൂ സാഗയിലേക്ക് ഏവർക്കും സ്വാഗതം. അതായത് ആർക്ക് നമ്പർ 6, ദ ലോക്ക്ഡൗൺ ആർക്ക്. സോ വീഡിയോയിലേക്ക് പോവാം. ദ ലോക്ക്ഡൗൺ ആർക്ക് എന്ന് പറയുന്നത് ഈസ്റ്റ് ബ്ലൂ സാഗയിലെ 6ാമത്തെ ആർക്കാണ്. അനിമെ എപ്പിസോഡുകൾ 45 മുതൽ 53 വരെയാണ് ഈ ഒരു ആർക്കിലുള്ളത്.
മാങ്ക ഈക്വലന്റ് നോക്കുകയാണെങ്കിൽ ചാപ്റ്റർ 96 തൊട്ട് 100 വരെ കാണും. സെറ്റിങ്സ് ലോക്ക് ടൗൺ എന്ന് പറയുന്ന ടൗണിലാണ്. ഈ ഒരു ടൗണിനെ ദ ടൗൺ ഓഫ് ബിഗിനിങ് ആൻഡ് ദി എൻഡ് എന്നാണ് വിളിക്കുന്നത്. ഇതിൽ പുതുതായി വരുന്ന കീ ക്യാരക്ടേഴ്സ്, ഒന്നാമത്തെ ആളാണ് സ്മോക്കർ. ഇദ്ദേഹം ഒരു മറൈൻ ക്യാപ്റ്റൻ ആണ്. ഇദ്ദേഹം സ്മോക്ക് ലോഗിയ യൂസർ ആണ്. രണ്ടാമത്തെ ആളാണ് ടാഷിഗി. ഇവരൊരു മറൈൻ സ്പോർട്സ്മാൻ തന്നെയാണ്. മൂന്നാമത്തെ ക്യാരക്ടർ ഡ്രാഗൺ എന്ന് പറയുന്ന ഒരു മിസ്റ്റീരിയസ് റെവല്യൂഷണറിയാണ്. ഇനി നാലാമത്തെ ക്യാരക്ടറാണ് ഡാഡി മാസ്റ്റേഴ്സൺ. ഈ ഒരു ക്യാരക്ടർ ഫില്ലർ ക്യാരക്ടറാണ്, മാങ്കയിലില്ല. ആൻഡ് ഫൈനലി നമ്മുടെ പഴയ വില്ലന്മാരായിട്ടുള്ള ക്യാപ്റ്റൻ ബഗി ദ ക്ലൗണും അൽവിഡയും കൂടി ഒരുമിച്ച് ലൂഫിനെ എതിർക്കുവാനും ഈ ഒരു ആർക്കിൽ വരുന്നുണ്ട്. ഒരു ഓവർവ്യൂ പറയുകയാണെങ്കിൽ ഗോൾഡ് ഡി റോജർ എന്ന് പറയുന്ന പൈററ്റ് കിങ്ങിനെ എക്സിക്യൂട്ട് ചെയ്ത ആ ഒരു സ്ഥലമാണ് ഈ പറയുന്ന ലോക്ക് ടൗൺ വില്ലേജ്. സോ നമ്മുടെ സ്ട്രോ ഹാറ്റ് പൈലറ്റ്സ്, ലൂഫി അടങ്ങുന്ന ആ ഒരു ക്രൂ അവരുടെ ഗ്രാൻഡ് ലൈനിലേക്ക് പോകുന്നതിന് തൊട്ട് മുമ്പ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഒരു ടൗണിൽ ഇറങ്ങുന്നുണ്ടെങ്കിൽ അത് ഈ ഒരു ടൗണിലാണ്. ഈ ഒരു ടൗണിൽ മൾട്ടിപ്പിൾ എനിമീസ് ആണ് ലൂഫിക്ക് നേരിടേണ്ടി വരുന്നത്. അതിൽ മറൈൻസിനെ കൺഫ്രണ്ട് ചെയ്യുകയും അവരാൽ ഏകദേശം എക്സിക്യൂട്ട് ചെയ്യുകയും ആകുന്ന സമയത്ത് ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള ആൾ വന്ന് ഇവനെ രക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അവനതിനെ ലക്കി എന്നൊക്കെ പറഞ്ഞു. ഇതൊരു ഷോർട്ട് ആർക്കാണ്, പക്ഷെ മാസീവ് ഇമ്പോർട്ടൻസും ഉണ്ട്. അങ്ങനെ നമ്മുടെ ലൂഫി ഈ ഒരു വില്ലേജിലെത്തുകയും ആദ്യം അവൻ അന്വേഷിക്കുന്നത് ഈ ഒരു ആളെ എക്സിക്യൂട്ട് ചെയ്ത, അതായത് നമ്മുടെ പൈററ്റ് കിങ്ങിനെ എക്സിക്യൂട്ട് ചെയ്ത ആ ഒരു സ്ഥലമാണ്. അവിടെ എത്തുന്ന ടൈമിൽ ദേണ്ട നമ്മുടെ ക്യാപ്റ്റൻ ബഗിയും അൽവിഡയും കൂടെ ചേർന്ന്, അൽവിഡയ്ക്ക് കുറച്ച് വ്യത്യാസമൊക്കെ ഉണ്ട്, പണ്ടത്തെ പോലെ തടിച്ചു കൊടുത്തൊന്നുമല്ല, ഇപ്പം നല്ല സ്ലിം ബ്യൂട്ടി ആയിട്ടാണ് ഇരിക്കുന്നത്. എന്തുവാന്ന് വെച്ച് കഴിഞ്ഞാൽ അവളും ഒരു ഡബിൾ ഫ്രൂട്ട് കഴിച്ചിരിക്കുന്നു. അതുവഴിയെ പറയാം, എന്നാണേലും നമ്മുടെ ലൂഫിനെ പിടിച്ചു കെട്ടി എക്സിക്യൂഷൻ പ്ലാറ്റ്ഫോമിന്റെ, അതായത് പണ്ട് ഗോൾഡ് ഡി റോജറിനെ എക്സിക്യൂട്ട് ചെയ്ത അതേ സ്ഥലത്ത് കൊണ്ട് തല വെട്ടുവാനായിട്ട് ഇങ്ങനെ നിർത്തുകയാണ്. എന്നിട്ട് അവരുടെ ആൾക്കാർ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, എന്തെങ്കിലും നിനക്ക് ലാസ്റ്റ് ആയിട്ട് പറയാനുണ്ടോന്ന്. ഇപ്പോൾ ആകട്ടെ പണ്ടത്തെ ആ ഗോൾഡ് ഡി റോജർ പോലെ തന്നെ മരിക്കുന്നതിന് മുമ്പിൽ ഒരു വലിയൊരു അട്ടഹാസ ചിരിയൊക്കെ ആയിട്ട് അവൻ പറയുകയാണ്, സോറി ഗൈസ് ഇറ്റ് ലുക്സ് ഐ എം ഗോണ ഡൈ എന്ന് പറഞ്ഞ് ചിരിക്കുകയാണ് ചെയ്യുന്നത്. സോ ലൂഫിനെ എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്ന ആ ഒരു ടൈമിൽ അവിടെ ഒരു വലിയ ഇടിമിന്നൽ ഉണ്ടാകുന്നു. അത് സത്യം പറഞ്ഞാൽ ഡ്രാഗൺ എന്ന് പറയുന്ന ഒരാളാണ് ചെയ്തത്. അയാളെ പറ്റി കൂടുതലൊന്നും പറയുന്നില്ല. ഒരു മിസ്റ്റീരിയസ് ക്യാരക്ടർ തന്നെയായിട്ടാണ് ഈ ഒരു ആർക്ക് വിവരിക്കുന്നത്. എന്താണേലും എന്തോ ഒരു വലിയ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറാണെന്ന് 100% നമുക്ക് ഉറപ്പിക്കാം ഇത് കാണുമ്പോൾ. അതേപോലെ തന്നെ ആ ഒരു നാട്ടിലെ മറൈനായിട്ടുള്ള ഒരു ക്യാപ്റ്റൻ ഉണ്ട്. അദ്ദേഹത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, ക്യാപ്റ്റൻ സ്മോക്കർ. ഇദ്ദേഹം സ്മോക്ക് ഫ്രൂട്ട് അല്ലെങ്കിൽ ലോഗിയ എന്ന് പറയുന്ന ആ ഒരു ഡെവിൾ ഫ്രൂട്ട് കഴിച്ചതാണ്. സോ ഈ ഒരു ആർക്കിൻ്റെ ടൈം ആയപ്പോഴേക്കും ഡോൺ ക്രീക്ക്, ക്യാപ്റ്റൻ ബഗ്ഗി, ഈവൻ ദ മൈറ്റി ആർലോങ്ങിനെ വരെ തോപ്പിച്ച ലൂഫിയുടെ തലയ്ക്ക് 30 മില്യൺ ബെറീസാണ് പറഞ്ഞിരിക്കുന്നത്. സോ എല്ലാവരും ലൂഫി പിടിക്കാനും കൂടെ നടക്കുകയാണ്. സോ എന്തുവാണെങ്കിലും നമ്മുടെ മറൈൻ ക്യാപ്റ്റൻ ആയിട്ടുള്ള സ്മോക്കറും ലൂഫിയും തമ്മിൽ അവിടെ ഒരു കൺഫ്രണ്ടേഷൻ വരികയാണ്. കാരണം എക്സിക്യൂഷനിൽ നിന്ന് അവൻ രക്ഷപ്പെട്ടു. അപ്പോഴാണ് നമ്മുടെ സ്മോക്കറിനെ പിടിക്കുവാൻ വേണ്ടി പോകുന്നത്. സ്മോക്കറിൻ്റെ കയ്യിൽ ഒരു സീ സ്റ്റോൺ വെപ്പൺ ഉണ്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഡബിൾ ഫ്രൂട്ടിൻ്റെ പവറൊന്നും ഇതിൻ്റെ അടുത്ത് നടക്കുകയില്ല. അതായത് ലൂഫി ഈസ് കംപ്ലീറ്റ്ലി ഹെൽപ്ലെസ് നൗ. സീരീസ് തുടങ്ങിയിട്ട് ആദ്യമായിട്ടാണ് ഡബിൾ ഫ്രൂട്ട് ഉള്ള ഒരാളെ എങ്ങനെ കൺഫ്രണ്ട് ചെയ്യണമെന്ന് എഴുത്തുകാരൻ നമ്മളെ കാണിച്ചു തരുന്നത്. ഇതേ ടൈമിൽ നമ്മുടെ ബാക്കിയുള്ള സ്ട്രോ ഹാറ്റ് പൈററ്റ്സ് ആയിട്ടുള്ള സോറോയൊക്കെ വേറെ കാര്യങ്ങളാണ് ചെയ്യുന്നത്. സോറോ അവിടെ ടാഷിഗി എന്ന് പറയുന്ന ഒരാളെ, ഒരു പെൺകുട്ടീനെ മീറ്റ് ചെയ്യുന്നു. ഈ ടാഷിഗി ആട്ടെ നമ്മുടെ പണ്ടത്തെ കുയിനെയുണ്ടല്ലോ, അതായത് സോറോയുടെ കുട്ടിക്കാലത്തെ റൈവല്, അവരെ പോലെ തന്നെയാണ് ഇരിക്കുന്നത്. അവളും ഒരു വാൾപയറ്റുകാരിയാണ്, അല്ലെങ്കിൽ സ്പോർട്സ്മാൻ ആണ്. എന്നിട്ട് അവർ രണ്ടുപേരും കൂടെ ഒരു കടയിലൂടെ പോകുന്നു. അവിടെ വെച്ചാണ് സോറോ കേഴ്സ്ഡ് സ്വോർഡായിട്ടുള്ള സൺഡേ കിറ്റേഴ്സു മേടിക്കുന്നത്. ഈ ഒരു വാൾ സത്യം പറഞ്ഞാൽ അതിൻ്റെ വീൽഡേഴ്സിനെ സ്വന്തമായിട്ട് ചൂസ് ചെയ്യാം. അതിന് ആ ഒരു വാൾ മണ്ടയിലേക്ക് എറിഞ്ഞിട്ട് താഴേക്ക് പിടിക്കാൻ നേരത്ത് പിടിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ചൂസ് ചെയ്തെന്നാണ് അർത്ഥം, ഇല്ലെങ്കിൽ അവൻ്റെ കൈ തന്നെ അറ്റുപോകും. ഏതായാലും സോറോ അത് ചെയ്തു, സോറോ പാസ്സായി. അതിൻ്റെ കൂടെ തന്നെ യുബാഷിരി എന്ന് പറയുന്ന 1 ഓഫ് ദി 50 സ്കിൽഫുൾ ഗ്രേറ്റ് സ്വോർഡ്സും സോറോയ്ക്ക് ലഭിക്കുകയുണ്ടായി. ഈ ടൈമിൽ ഉസോബുൺ ഡാഡി ദ ഫാദർ എന്ന് പറയുന്ന ആളുമായിട്ട് ജസ്റ്റ് ഒരു ഫൈറ്റ് ഉണ്ടാകുന്നുണ്ട്. അതേസമയത്ത് വില്ലേജിൻ്റെ മറ്റൊരു ഭാഗത്ത് ഒരു കുക്കിംഗ് ബാറ്റിലാണ് നടക്കുന്നത്, സാഞ്ചി വേഴ്സസ് ചെഫ് കാർമൻ. ഈ 2 കഥകളും ഫില്ലറാണ് കേട്ടോ. സ്മോക്കറിൻ്റെ കയ്യിൽ നിന്ന് വീണ്ടും ഒരു വലിയ ഫ്ലെയർ പോലത്തെ എന്തോ ഒരു കാര്യം വന്നിട്ട് ലൂഫി അവിടെ നിന്ന് രക്ഷപ്പെടുന്നുണ്ട്. അതിൻ്റെ പിന്നിലും ഡ്രാഗൺ എന്ന് പറയുന്ന ഒരാളാണ്. എന്തുവാണേലും അദ്ദേഹം പറയുന്ന ഒരേ ഒരു ഡയലോഗേ ഉള്ളൂ, ദ വേൾഡ് അവൈറ്റ്സ് യുവർ ആൻസേഴ്സ് സൺ. സോ ഇദ്ദേഹത്തിന് ഫ്യൂച്ചർ എപ്പിസോഡ്സിൽ വലിയൊരു പങ്ക് തന്നെയുണ്ട്. അദ്ദേഹം ഒരു പവർഫുൾ മനുഷ്യനും തന്നെയാണെന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. സോ അവിടുന്ന് ഇവരെല്ലാവരും കൂടെ രക്ഷപ്പെട്ടിട്ട് നമ്മുടെ ലൂഫി സ്ട്രോ ഹാറ്റ്സും എല്ലാവരും കൂടെ ചേർന്ന് നമ്മുടെ ഗോയിങ് മെറിയിൽ കയറിയിട്ട് ഗ്രാൻഡ് ലൈൻ ഹിയർ വി കം എന്ന് പറഞ്ഞാണ് ഈ ഒരു ആർക്ക് തീരുന്നത്. ഇതോടുകൂടി നമ്മുടെ ഈസ്റ്റ് ബ്ലൂ സാഗ അവസാനിക്കുകയാണ്. ഇത് കഴിഞ്ഞ് ഒരു ഫില്ലർ ആർക്കാണ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് അതായത് റിവേഴ്സ് മൗണ്ടൻ ആൻഡ് ലബൂൺ ആർക്കാണ് അടുത്തത്. അതായത് അടുത്ത സാഗ തുടങ്ങാൻ പോവുകയാണ്, അലബാസ്റ്റ സാഗ.
സോ ലൂഫിയുടെയും സ്ട്രോ ഹാറ്റ്സിൻ്റെയും ബാക്കിയുള്ള ഗ്രാൻഡ് ലൈൻ അഡ്വഞ്ചേഴ്സിനായി നമ്മൾ വെയിറ്റിംഗ് ആണ്. ഇത് ജസ്റ്റ് ഒരു തുടക്കം മാത്രം. അടുത്തൊരു വീഡിയോ കാണുന്നവരെ ടാറ്റ ബൈ സീ യു നെക്സ്റ്റ് വീഡിയോ. ടാറ്റ ഗൈസ്. Told you long ago on the road, I got what they waiting for. I'm running from nothing, dog. Get your soul.